ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് LDC ലാസ്റ്റ് ഗ്രേഡിന് വരാനിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ മുമ്പായിട്ട് SCERT NCERT ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിനായിട്ടുള്ളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. 4 ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ ഇന്ത്യ ഹിസ്റ്ററിയാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സാഹിത്യവും കലയും. ഇത്രയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സ്വതന്ത്രാനന്തര ഇന്ത്യയാണ്. അതായത് സ്വാതന്ത്ര്യ സമരം മഹാത്മാഗാന്ധി പഠിക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം പഠിക്കാനായിട്ടുണ്ട്. പിന്നെ എന്താണ്, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ഒക്കെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 5ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ കുറേ പഠിക്കാനായിട്ടുണ്ട്. അതായത് പുതിയ SCERTയിൽ പറയുന്നുണ്ട്, പഴയ SCERTയിൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ NCERTയിലും ഇതിനൊരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 നമുക്ക് ഒരു ക്ലാസ്സായിട്ട് തരാമെന്ന് പറയുന്നത് നടക്കില്ല, കാരണം അത്രയധികം ഉണ്ട്. അതായത് വീഡിയോയുടെ ലെങ്ത്ത് എന്തായാലും കൂടിപ്പോകും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പുതിയ SCERT പഠിക്കാം. അതിനുശേഷം ഞാൻ പഴയ SCERT തരാം, അതിനുശേഷം NCERT തരാം. അല്ലാന്നുണ്ടെങ്കിൽ പഴയ SCERT എത്രയുണ്ടെന്ന് നോക്കട്ടെ. അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ NCERT കൂടെ ആഡ് ചെയ്തിട്ട് തരാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 3 സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ടായിരിക്കാം കേട്ടോ. കാരണം ഈ ഒരു ടോപ്പിക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സാണ്. നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. എന്നാലും എന്താണ്, രണ്ടിലും നമുക്ക് പറയുന്ന കാരണം നമുക്ക് 2 ചാപ്റ്റേഴ്സും പഠിക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മളിപ്പോൾ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. പഴയ SCERT, പുതിയ SCERT, NCERT അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോയിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ SCERT ആദ്യം തരാം. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ പഴയ SCERT തരാം, പിന്നെ NCERT കൂടെ തരാം കേട്ടോ. ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ചെയ്തിട്ടില്ല, അത് ഞാൻ ചെയ്യാം. ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ എടുത്തിട്ടുള്ള ഭാഗങ്ങളുടെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ആദ്യം ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട NCERT ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു തരും ഓരോ ദിവസങ്ങളിലായിട്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്യാത്ത വീഡിയോസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്തിരുന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് കണ്ടിന്യൂഷനായിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. പുതിയ SCERT ചാപ്റ്ററാണ് ഒന്ന് തരുന്നത്. അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ഞാൻ തരാം. ഈ ഒരു ടോപ്പിക്ക് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി അധികം പഠിക്കാനായിട്ടുള്ളൊരു ഭാഗമാണ്. അതിനുശേഷം നമുക്ക് ഇന്ത്യ ഹിസ്റ്ററി പഠിച്ചതിന് ശേഷം ഇന്ത്യ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട SCERT പാഠഭാഗങ്ങളുണ്ടല്ലോ, അത് ഞാൻ തരാം. അപ്പോൾ അതും കൂടി കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇന്ത്യ ഹിസ്റ്ററി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഇന്ത്യ ഹിസ്റ്ററിയിൽ PSC ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാം. 2019 മുതൽ 2026 വരെ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു സബ്ജക്റ്റ് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കല്ലേ. സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്നാണ് ഇവിടെ ഫസ്റ്റ് തന്നെ മഹത്തായ വിചാരണ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് വായിച്ചു നോക്കാം. ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസ്, അഹമ്മദാബാദ്, മാർച്ച് 18, 1922. സെഷൻസ് ജഡ്ജ് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് മുമ്പാകെ. പ്രോസിക്യൂട്ടർ സർ JT സ്ട്രാങ്മാൻ, അഡ്വക്കേറ്റ് ജനറൽ, ബോംബെ. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത് നോക്കാം. പ്രതിക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ കേട്ട ശേഷം ജഡ്ജി ബ്രൂംഫീൽഡ് പ്രതിയെ വണങ്ങി തുടർന്ന് വിധി പ്രസ്താവിച്ചു. അപ്പോൾ ഒരു കേസിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത് അല്ലേ. എന്താണ് പറയുന്നത്, ഈ രാജ്യത്ത് ഒരു ന്യായാധിപന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പക്ഷേ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഈ കേസിൽ നീതിപൂർവമായ വിധി പ്രസ്താവിക്കുക എന്നത്. വ്യക്തികളെ നോക്കി വിധി പറയുക എന്നത് നിയമത്തിൻ്റെ കടമയല്ലല്ലോ. ഞാൻ ഇതുവരെ വിചാരണ ചെയ്തിട്ടുള്ളതും ഭാവിയിൽ വിചാരണ ചെയ്യാനിടയുള്ളതുമായ വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് താങ്കൾ എന്ന വസ്തുത അവഗണിക്കാൻ കഴിയില്ല.
ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ദൃഷ്ടിയിൽ താങ്കൾ വലിയൊരു രാജ്യസ്നേഹിയും നേതാവുമാണെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. രാഷ്ട്രീയ നിലപാടുകളിൽ താങ്കളോട് വിയോജിക്കുന്നവർ പോലും താങ്കളെ വീക്ഷിക്കുന്നത് ഉന്നതമായ ആദർശങ്ങളെ പാലിച്ചുകൊണ്ട് കുലീനവും പരിഭാവനമായ ജീവിതം നയിക്കുന്നയാളായിട്ടാണ്. പ്രതിക്ക് ശിക്ഷയായി 6 വർഷത്തെ തടവ് വിധിച്ചുകൊണ്ട് ജഡ്ജി കൂട്ടിച്ചേർത്തു. ശിക്ഷയുടെ കാലാവധി സർക്കാർ കുറയ്ക്കുകയാണെങ്കിൽ അതിൽ എന്നേക്കാൾ സന്തോഷിക്കുന്ന ആരും ഉണ്ടാകില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ആരെ അറസ്റ്റിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കാം? മഹാത്മാഗാന്ധിയുടെ അറസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നീതിപൂർവമായ വിധി പറയാൻ പ്രയാസകരമെന്ന് ജഡ്ജി വിശേഷിപ്പിച്ച കേസിലെ വ്യത്യസ്തനും രാജ്യസ്നേഹിയുമായ പ്രതി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് അദ്ദേഹമാണ്. 1919 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മുന്നേറിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ചില സുപ്രധാന സംഭവ വികാസങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സ്വാതന്ത്ര്യവും 1857 ശേഷമുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിലൊരു കാലഘട്ടമാണ് 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടം. എന്താണ്? ഗാന്ധിയൻ യുഗമാണ് അല്ലേ. 1919 മുതൽ 1947 വരെയാണ് ഗാന്ധിയൻ യുഗത്തെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവും ആദ്യകാല സമരങ്ങളും നിങ്ങൾ മുൻ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. INCയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായതോടെ കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ സമരങ്ങളിൽ സജീവമായി. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താനും അവരിൽ ഒരാളാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പം INC എന്നാണ്? INC 1885 INC സമ്മേളനം ആരംഭിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എല്ലാവരെയും, അതായത് കർഷകരും, നമുക്കറിയാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയാം അല്ലേ. അപ്പോൾ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേരൊന്നും കുറേ വിഭാഗങ്ങളൊന്നും ഇതിനെ പിന്തുണച്ചിട്ടില്ല അല്ലേ. അപ്പോൾ അതിനാൽ തന്നെ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് INCക്ക് ശേഷം അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്? എല്ലാവരെയും ഒരേ കുടക്കീഴിൽ എത്തിക്കാൻ വേണ്ടിയിട്ടില്ലേ. കർഷകരാണെങ്കിലും തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, ഇവരെല്ലാവരും കൂടിയിട്ട് എല്ലാ വിഭാഗങ്ങളും സമരത്തിൽ വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ തന്നെ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങൾ സമരങ്ങളിൽ സജീവമായിട്ടും ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു നമ്മുടെ വിജയം എന്ന് പറയുന്നത്. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹം, നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തുന്ന ഒരു ദിവസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ് അല്ലേ. ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. 20 വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി അവിടെ എത്തിയത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലുള്ള കാലമാണ് അദ്ദേഹത്തിനെ രാഷ്ട്രീയ നേതാവായിട്ട് രൂപപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 20 വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. 20 വർഷക്കാലം ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാരും കറുത്ത വർഗ്ഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം നയിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ തൻ്റെ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമര രീതി ചോദിക്കാറുണ്ട്. എന്താണ്? അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം അല്ലേ. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ സമര രീതി. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാർക്കും അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാർക്കും നേരിടേണ്ടി വന്നിട്ടുള്ള അതിവിവേചനങ്ങൾക്കെതിരെ അദ്ദേഹം സമരം നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ഈ സമര രീതിയിലേക്ക് അങ്ങോട്ട് അടുപ്പിക്കുന്നത് അല്ലേ. അവിടെ നിന്നാണ് അദ്ദേഹം സമരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. 1915 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ, അതായത് ഗാന്ധിജിയുടെ പരീക്ഷണശാല എവിടെയായിരുന്നു ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ദക്ഷിണാഫ്രിക്ക ആയിരുന്നു അല്ലേ? അതിനുശേഷം 1915 ജനുവരി 9 അദ്ദേഹം തിരിച്ചെത്തുന്നത്. അതിനാൽ തന്നെ ജനുവരി 9 എന്താണ് പ്രത്യേകത? പ്രവാസി ദിവസ് അല്ലേ? പ്രവാസി ദിനം എന്നറിയപ്പെടുന്ന എന്താണ്? ജനുവരി 9 ഓക്കെ, പ്രവാസി ദിനം ഉണ്ടോ? പ്രവാസി ദിനം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് അവിടെ കുറച്ച് സമരരീതികളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം സമരം എന്ന് പറയുന്നതിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സമരരീതി എന്താണ്? അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമരരീതിയാണെന്നും നമുക്ക് അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യാഗ്രഹമാണെന്നും നമുക്ക് മനസ്സിലായി. അങ്ങനെ 20 വർഷക്കാലം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 1915 ജനുവരി 9 അദ്ദേഹം തിരിച്ചെത്തുന്നത്. ജനുവരി 9 പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ചമ്പാരൻ മുതൽ ഖേദ വരെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല സത്യാഗ്രഹങ്ങൾ, ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം, അതുപോലെ തന്നെ ഖേദ സത്യാഗ്രഹമൊക്കെ അറിയാലോ. നോക്കാം നമുക്ക്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയാലാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഓക്കെ, അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1917 എവിടെയാണ് നടന്നത്? ബീഹാറിലാണ് നടന്നത്. ഇവിടുത്തെ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ്? നീലം കർഷകരുടെ പ്രശ്നങ്ങളാണ് അല്ലേ? അവിടുത്തെ മെയിനായിട്ടുള്ള വിഷയം നീലം കർഷകരുടെ പ്രശ്നങ്ങളാണ്. ചമ്പാരൻ സ്വദേശിയായിട്ടുള്ള ആരാണ് ഈ ഗാന്ധിജി അവിടേക്ക് എത്തിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? രാജ്കുമാർ ശുക്ലയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് അല്ലേ? നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ ചൂഷണം ചെയ്തിരുന്നു. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ ചൂഷണം ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ സത്യാഗ്രഹം, ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹയാണ് അല്ലേ? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ബീഹാറിലാണ് നടന്നത്. രാജ്കുമാർ ശുക്ലയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. നീലം കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട്, നീലം കർഷകരുടെ പ്രശ്നങ്ങൾക്കെതിരെയാണ് അദ്ദേഹം സമരരീതിയിലെ നീലം കർഷകർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. എന്തായിരുന്നു? നീലം കർഷകർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു അല്ലേ? അപ്പം അതിലൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ ചൂഷണം ചെയ്തിരുന്നു. അപ്പോൾ ഇതിനൊക്കെതിരെയാണ് അദ്ദേഹം സമരം അല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കമ്മീഷനെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അംഗമാണ്? ഗാന്ധിജിയും അതിലൊരു അംഗമാണ് അല്ലേ? അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ എന്താണ്? പരിഹരിക്കപ്പെടാണ്. അപ്പോൾ എല്ലാവർക്കും എന്താണ്? ഒരു വിശ്വാസം വരാണ് ഗാന്ധിജീനെ അല്ലേ? അങ്ങനെ നെക്സ്റ്റ് വരുന്ന സത്യാഗ്രഹം ഏതാണ്? 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണി മിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. അപ്പോൾ നെക്സ്റ്റ് സമരമാണ് 1918 അഹമ്മദാബാദ് തുണി മിൽ സമരം. ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? വേതന വർധനവ് അല്ലേ? വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു ഈ സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ 1918 എന്ത് വരുന്നത്? അഹമ്മദാബാദ് തുണി മിൽ സമരം നടക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് അല്ലേ? പ്ലേഗ് ബോണസിനെ തുടർന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അല്ലേ? പ്ലേഗ് ബോണസ് വേണം, അതുപോലെ തന്നെ വേതന വർധനവൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സമരമായിരുന്നു അഹമ്മദാബാദ് തുണി മിൽ സമരം എന്ന് പറയുന്നത്. അപ്പം ഇതിലും അദ്ദേഹം എന്ത് ചെയ്യാണ്? ഉപവാസം ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ വേതനത്തിൽ വർധനവ് ലഭിച്ചു. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് വേതന വർധനവ് അല്ലേ? വേതന വർധനവ് അല്ലേ? വേതനത്തിൽ വർധനവ് അല്ലേ? പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് വേതന വർധനവാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അഹമ്മദാബാദ് മിൽ സമരം 21 ദിവസമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 21 ദിവസമാണ്. പിന്നെ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അഹമ്മദാബാദ് തുണി മിൽ സമരമാണ്. ഇവിടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് ആരാണെന്നറിയോ? അനസൂയ ബഹനാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ അദ്ദേഹം
ഈ നിരാഹാര സത്യാഗ്രഹത്തിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന്. അതായത് അക്രമം ഉണ്ടാക്കാൻ പാടില്ല, കരിങ്കാലി ഉപദ്രവിക്കാൻ പാടില്ല, ആയുധമൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നൊക്കെ ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമരത്തിൽ ജസ്റ്റ് അഡീഷണൽ ഫാക്റ്റ് ആണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നു. എവിടെയാണ്? ഗുജറാത്തിലാണ് നടന്നത് അല്ലേ. എന്തായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം? എന്തായിരുന്നു? വേതന വർധന അല്ലേ. പ്ലേഗ് ബോണസിനെ ചൊല്ലിയിട്ടുള്ള വേതന വർധനവായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ അവസാനം ഈ വേതന വർധന ലഭിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഈ നെക്സ്റ്റ് പിന്നെ എന്താ പറഞ്ഞത്? ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. ഇനി ഈ 1918 പ്രത്യേകത വേറൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. എന്താണ്? കേദ സത്യാഗ്രഹം. 1918 ഗുജറാത്തിലെ തന്നെ കേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തി. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ കേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങി. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നു. വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി. അപ്പോൾ 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നു എന്ന് പറഞ്ഞു. അതേ വർഷം തന്നെയാണ് കേദ സത്യാഗ്രഹം, കേദ സമരം നടക്കുന്നത്. അപ്പോൾ കേദ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നോക്കിയേ. പ്രകൃതിക്ഷോഭം മൂലം കൃഷി നാശമുണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കേദയിലെ കർഷകർക്കൊന്നും നികുതി അടയ്ക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നികുതി അടയ്ക്കണം എന്നാണ് അവിടുത്തെ നിർബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രകൃതിക്ഷോഭം വന്നപ്പോൾ നികുതി അടയ്ക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? നികുതി ഇളവ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമരം തുടങ്ങാണ്. ഗാന്ധിജി എല്ലാ ഗ്രാമങ്ങളിലും സഞ്ചരിച്ചിട്ട് ഈ കർഷകർക്കൊക്കെ ഈ സമരത്തിൽ ആവേശം പകർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി. ഈ 3 സമരങ്ങളിലൂടെ ഗാന്ധിജി എന്ന പുതിയൊരു ദേശീയ നേതാവിന്റെ ഉദയത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിയും ഈ സമരങ്ങളിലൂടെ ഇന്ത്യക്കാർ പരിചയപ്പെട്ടു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? 1917 ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹ. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. എവിടെയാണ് നടന്നത്? ബീഹാറിലാണ് നടന്നത് അല്ലേ. ബീഹാറിലാണ് നടന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്തായിരുന്നു? എന്തിനെ കുറിച്ചിട്ടായിരുന്നു അവിടെ പ്രധാനപ്പെട്ട വിഷയം? എന്തായിരുന്നു? നീലം കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് നീലം കർഷകരുടെ ദുരിതത്തിനെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുക എന്ന് പറയുന്നതായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലേ. അതായത് നീലം കൃഷിയും ചിലപ്പോൾ ചോദിക്കാം തിങ്കാത്തിയ എന്ന് പറയുന്നുണ്ട്. തിങ്കാത്തിയ സമ്പ്രദായത്തിനെതിരെ നടന്ന സമരം എന്നും പറയാം. അങ്ങനെ ഗാന്ധിജിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് ആരാണ്? രാജ്കുമാർ ശുക്ലയാണ്. നീലം കർഷകരുടെ പ്രശ്നങ്ങളെ പരാമർശിക്കുന്ന ഒരു നാടക പുസ്തകമുണ്ടല്ലോ, അതേതാണ്? നാടക പുസ്തകം നീൽ ദർപ്പൺ ഉണ്ടോ? നീൽ ദർപ്പൺ എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. നീൽ ദർപ്പൺ എന്ന് പറയുന്നത് ദീനബന്ധു മിത്രയുടെയാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്ന നീലം കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ്. ഓക്കെ, ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വേർഡ് ഗേറ്റിന്റെ പേരിൽ തന്നെയായിരുന്നു. അഡ്വേർഡ് ഗേറ്റ് ആണ് ഒരു അന്വേഷണ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇനി 1918 എന്തായിരുന്നു? അഹമ്മദാബാദ് തുണിമിൽ സമരം അല്ലേ. അഹമ്മദാബാദ് തുണിമിൽ സമരം. അപ്പോൾ എവിടെയാണ്? ഗുജറാത്തിലാണ് നടന്നത് അല്ലേ. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവായിരുന്നു. അതായിരുന്നു ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. ഗുജറാത്തിൽ നടന്നിട്ടുള്ള ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് അല്ലേ. ഇവിടെ അനസൂയ ബഹനാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 21 ദിവസമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അല്ലേ. ഈ പ്രശ്നങ്ങളൊക്കെ ഗാന്ധിജി അറിയിക്കുന്ന അനസൂയ ബഹനാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഉടമകളും തൊഴിലാളികളും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ വരുന്നത് അല്ലേ, മെയിനായിട്ട് വരുന്നത്. അങ്ങനെ സംഭവിക്കുകയാണ്. അങ്ങനെ അത് പരിഹാരമാകുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് വരുന്നത് എന്നാണ്? കേദ സത്യാഗ്രഹമാണ്. 1918 തന്നെ ഗുജറാത്തിൽ തന്നെയാണ് നടന്നത് അല്ലേ. ചമ്പാരൻ സത്യാഗ്രഹം മാത്രമാണ് ബീഹാറിൽ നടന്നത്. അഹമ്മദാബാദ് തുണിമിൽ സമരം നമുക്ക് ഇവരെല്ലാം അറിയാം. അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. കേദ എന്ന് പറയുന്നത് ഗുജറാത്തിൽ തന്നെയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? നികുതി ഇളവ് നൽകണമെന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു അല്ലേ.
അപ്പം കർഷകർക്ക് നികുതി വർധനവിനെതിരെ നടത്തിയ സത്യാഗ്രഹമാണ്. ഈ ലീഡർ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് സർദാർ പട്ടേലാണ് ഇതിന് ഈ സത്യാഗ്രഹത്തിലെ ലീഡർ ചോദിക്കുകയാണെങ്കിൽ, നേതാവ് ചോദിക്കുകയാണെങ്കിൽ സർദാർ പട്ടേലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചിരിക്കാം. ഇവിടെ വരെ ക്ലിയർ ആയല്ലോ. 1919 മുതലാണ് 1919 മുതൽ 1947 വരെയാണ് ഗാന്ധിയൻ യുഗം വരുന്നത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് തുണി മിൽ സമരമാണെന്നും പഠിച്ചു. ഇനി ഒന്നാം ലോക യുദ്ധവും ഇന്ത്യയും. 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക യുദ്ധത്തെ പറ്റി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തല്ലോ. ഒന്നാം ലോക യുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്ത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. സൈനികരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറേ ധാന്യങ്ങളൊക്കെ കയറ്റുമതി ചെയ്തിട്ട് അവിടെ ഭക്ഷ്യക്ഷാമം വന്നു. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഒന്നാം ലോക യുദ്ധം നടക്കുന്നത് 1914 മുതൽ 18 വരെയാണ്. ഈ ഒരു സമരത്തിൻ്റെ പ്രത്യാഘാതങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഭക്ഷ്യക്ഷാമം എന്ത് കാരണമായിരുന്നു? അവിടുത്തെ ഈ സൈനികർക്ക് വേണ്ടിയിട്ട് എല്ലാ ധാന്യങ്ങളും കയറ്റുമതി ചെയ്യാണ്. അപ്പോൾ ഇവർക്ക് കഴിക്കാനായിട്ട് ഒന്നും കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിളനാശവും പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അത് കാരണം അവിടെ ക്ഷാമം നേരിടാണ്. അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. ഇതൊക്കെയാണ്, ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഗാന്ധിജിയെ നയിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഗാന്ധിജിയെ നയിക്കുന്നതിനായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിക്കാം. സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്ത് ഭക്ഷ്യക്ഷാമത്തിനിടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. ഇനി അടിച്ചമർത്തലുകൾക്കെതിരായ പോരാട്ടം. ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെ ഭാഗമായി 1919 റൗളത്ത് നിയമം നടപ്പിലാക്കി. അപ്പോൾ എന്താ പറയുന്നത്? ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്താണ് കുറച്ചുകൂടി ശക്തിപ്പെടാണ്. നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കുറേ സമരങ്ങൾ നടക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരാണ്, കരി നിയമം കൊണ്ടുവരാണ്. റൗളത്ത് ആക്ടിൽ 1919 റൗളത്ത് നിയമം നടപ്പിലാക്കിയത്. ഓക്കെ, വാറന്റില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടയ്ക്കാം. ഇതിവയ്ക്കാണ് ഇത് പ്രധാനപ്പെട്ട നിയമങ്ങളിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ. എന്താണ്? വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ തടവ് വയ്ക്കാം, അതുപോലെ തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും പരിശോധന നടത്താമെന്നൊക്കെ പറയുന്നത് ഈ നിയമത്തിൻ്റെ കാര്യങ്ങളാണ്. പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അപ്പോൾ ഈ ഒരു ഈ റൗളത്ത് ആക്ട് വന്ന സമയത്ത്, ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഗാന്ധിജി എന്ത് ചെയ്യാണ്? 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിൻ്റെ പ്രചാരണത്തിനായി സത്യാഗ്രഹ സഭ രൂപീകരിക്കുകയുണ്ടായി. സത്യാഗ്രഹ സഭ രൂപീകരിക്കുകയാണ് എന്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട്? ഈ ഹർത്താലിൻ്റെ ഭാഗമായിട്ടില്ലേ. അപ്പോൾ ഈ സത്യാഗ്രഹ പ്രതിജ്ഞ എഴുതിയത് ആരാണെന്ന് ചോദിക്കാം. ഗാന്ധിജിയാണ് സത്യാഗ്രഹ പ്രതിജ്ഞ എഴുതിയിട്ടുള്ളത്, ഗാന്ധിജി തന്നെയാണ്. ഈ സത്യാഗ്രഹ സഭ എവിടെയാണ് സ്ഥാപിച്ചത്? ബോംബെയിലാണ്. സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് എവിടെയാണ്? ബോംബെയിലാണ്. സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് എവിടെയാണ്? ബോംബെയിലാണ്. ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ 1919 റൗളത്ത് ആക്ട് പുറപ്പെടുവിക്കുന്നത് അല്ലേ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഇതിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വാറന്റില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം അല്ലേ. ഇതിൻ്റെ ഭാഗമായിട്ട് 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ടൊരു സത്യാഗ്രഹ സഭ ബോംബെയിൽ രൂപീകരിച്ചു. അപ്പോൾ ഇതിലെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നും പറയണം. അപ്പോൾ ഗാന്ധിജി കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ഏത് ആക്ടിനെയാണ്? റൗളത്ത് ആക്ടിനെയാണ്. ഗാന്ധിജി കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് റൗളത്ത് ആക്ടിനെയാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ.
പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗളത്ത് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു. പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ പഞ്ചാബിലും ലാഹോറിലും ഇതിനെതിരെ പല സമരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പഞ്ചാബിലെ ലാഹോറിലാണ് വളരെ ശക്തമായ സമരങ്ങൾ നടന്നത്. ഇതിൻ്റെ ഫലമായിട്ട് പഞ്ചാബിലെ നേതാക്കളായിട്ടുള്ള ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ അമൃത്സറിൽ എന്താണ് പട്ടാള നിയമം പ്രഖ്യാപിച്ചു. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആണല്ലോ. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തി. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിനുണ്ടായിരുന്നുള്ളൂ. മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവയ്പ് നടന്നത്. 10 മിനിറ്റ് നേരം തുടർന്ന വെടിവയ്പിൽ സർക്കാർ രേഖ പ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, 1919 ഏപ്രിൽ 13 ഈ നമ്മൾ പറഞ്ഞു പഞ്ചാബിലെ ശക്തരായിട്ടുള്ള കുറച്ച് 2 പേര് ലീഡേഴ്സ് പറഞ്ഞു അല്ലേ. ആരൊക്കെയാണ് പഞ്ചാബിലെ ഉണ്ടായിരുന്നത്? സൈഫുദ്ദീൻ കിച്ലുവും അതുപോലെ തന്നെ ഡോക്ടർ സത്യപാലും. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിലെ രോഷാകുലരായിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ജാലിയൻ വാലാബാഗിൽ പോയിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഒരു എന്താ പറയുക ഒരു യോഗം നടത്താണ് അല്ലേ. ഈ യോഗം നടക്കുന്നിടയിൽ ബ്രിട്ടീഷ് സൈനികർ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ജാലിയൻ വാലാബാഗിലെ ഈ ഒരു ഭാഗത്ത് ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് മുന്നറിയിപ്പ് നൽകാതെ ഇവർ എന്ത് ചെയ്യണം, വെടിവെക്കണം. അപ്പോൾ വെടിവെക്കുന്ന സമയത്ത് ഇവർക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് അധികം വഴിയില്ല, കൂടി ഒരു ഡോറ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. ഇതിൻ്റെ ഫലമായിട്ട് കുറേ പേർ മരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഫലമായിട്ട് കുറേ പേർ മരിച്ചു. അപ്പോൾ ഇതിൻ്റെ നോക്കിയാൽ ഇവിടെ ജാലിയൻ വാലാബാഗിലെ വെടിവെയ്പ്പിൻ്റെ ഫലമായി ചുമരുകളിൽ ഉണ്ടായിട്ടുള്ള ദോരങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കുറേ പേര് മരിച്ചു. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആണല്ലോ. അപ്പോൾ 1919 റൗളത്ത് ആക്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചു. റൗളത്ത് ആക്ട് നമ്മളെ റൗളത്ത് ഉണ്ടല്ലോ, റൗളത്തിനെ ഒരു കമ്മീഷനായിട്ട് നിയമിക്കുകയാണ്. റൗളത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ നിയമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം എന്ത് കാരണമാണ് ഇങ്ങനെ ഈ 1-ാം ലോക യുദ്ധത്തിന് ശേഷമാണ് ഈ സമരങ്ങളൊക്കെ നടന്നത്. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ റൗളത്തിനെ നിയമിക്കുന്നത്. അപ്പോൾ റൗളത്ത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആക്ട് വരുന്നത് തന്നെ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഈ ഒരു ആക്ട് വന്നു, റൗളത്ത് ആക്ടിൽ കരി നിയമം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ വിചാരണ കൂടാതെ തടവ് വയ്ക്കാമെന്നായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് ഗാന്ധിജി ഒരു സമരം ഒരു ഹർത്താൽ 1919 ഏപ്രിൽ 6 ഒരു ഹർത്താൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏപ്രിൽ 13 നമ്മുടെ പഞ്ചാബിലെ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്ന ആകെ 2 പേരുണ്ടായിരുന്നു, സൈഫുദ്ദീൻ കിച്ലു അതുപോലെ തന്നെ ഡോക്ടർ സത്യപാലൊക്കെ അറസ്റ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഫലമായിട്ട് ജാലിയൻ വാലാബാഗിൽ ഒരു ഒത്തുകൂടാണ്. പൊതുയോഗത്തിൽ എന്ത് ചെയ്യാണ്, ഈ ബ്രിട്ടീഷ് സൈനികർ വന്നിട്ട് ഇവരെ കൊലപ്പെടുത്താണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കുറേ പേര് മരിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ യഥാർത്ഥ രേഖകളൊന്നും ഒരു പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ശരിക്കും പറഞ്ഞാൽ ഹണ്ടർ കമ്മീഷൻ വരേണ്ട കാര്യമൊന്നുമില്ല. ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, അതായത് ജാലിയൻ വാലാബാഗ് എന്താണ്, ആരാണ് കൊലപ്പെടുത്തിയെന്നൊക്കെ എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ആൾക്കാരെ കണ്ണിൽ ഒരു പൊടി ഇടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മീഷൻ നിയമിക്കുകയാണ്, ഹണ്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്. ഹണ്ടർ കമ്മീഷന് മുമ്പാകെ ഹാജരായ ജനറൽ ഡയറിനോട് കമ്മീഷൻ ചോദിച്ച ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഇപ്രകാരമായിരുന്നു. അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കണം, ആരാണ് വെടിവെച്ചതെന്ന് ചോദിക്കുക അല്ലേ. വെടിവെച്ചത് ആരാണ്? ജനറൽ ഡയർ ആണ് അല്ലേ. ജനറൽ ഡയർ ആണ് ശരിക്കും പറഞ്ഞാൽ വെടിവെക്കുന്നത് അല്ലേ. ഈ ഒരു സമയത്ത്
കൂട്ടക്കലയ്ക്ക് ഓർഡർ കൊടുത്ത പഞ്ചാബിലെ ലെഫ്റ്റനന്റ് ഗവർണർ ആരാണ്? മൈക്കിൾ ഒഡെയർ ആണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ മൈക്കിൾ ഒഡെയറിന് കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം 1940 ഉദ്ധം സിംഗ് വധിക്കുന്നത്. അങ്ങനെ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റുന്നുണ്ട് അല്ലേ? അതൊക്കെ ബാക്കി ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ചോദിക്കാം കേട്ടോ, ക്രൗളിംഗ് ഓർഡർ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്രൗളിംഗ് ഓർഡർ ഇതുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ റൗളത്ത് ആക്ടുമായി ബന്ധപ്പെട്ടതാണ്, ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ടതാണ് ക്രൗളിംഗ് ഓർഡർ എന്ന് പറയുന്നത്. അത്രയും പഠിച്ചു വെച്ചിരിക്കാം. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ എന്താണെന്ന് പറഞ്ഞു. ഇവിടെ എന്താ ചെയ്യുന്ന ചോദ്യം, ജനം കൂടുതലായി നിൽക്കുന്ന സ്ഥലം നോക്കി നിങ്ങൾ വെടിവയ്പ്പിൻ്റെ ദിശ മാറ്റിക്കൊണ്ടിരുന്നു, ശരിയാണോ? അപ്പം ശരിയാണ് എന്ന് പറയണം. പ്രവേശന കവാടം വലുതും കവചിത വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നതും ആയിരുന്നെങ്കിൽ നിങ്ങൾ അവ ഉപയോഗിക്കുമായിരുന്നോ? ഒരു പക്ഷിയാകാം എന്ന് പറയുന്നു. അപ്പോൾ കമ്മീഷന് മുമ്പാകെ ഡയറി ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി എല്ലാവരെയും വധിക്കാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹം എന്താണ്, എല്ലാവരെയും കൊലപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വെടിയുതിർക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഇവിടെ വരെ ക്ലിയർ ആയല്ലോ. 1917 പഠിച്ചു, 18 പഠിച്ചു, അതുപോലെ തന്നെ 19 പഠിച്ചു അല്ലേ. 19 പഠിച്ചു. ഇനി ഈ 1919 റൗളത്ത് ആക്ട് വന്നതെന്ന് പറഞ്ഞു. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം, അതുപോലെ തന്നെ കേദാ സത്യാഗ്രഹം നടന്നിട്ടുണ്ട് ഇല്ലേ. 19 റൗളത്ത് ആക്ട് വന്നു എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് തന്നെയാണ് എന്ത് വരുന്നത്, ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. നമുക്ക് നോക്കാം. ബഹുജന സമരത്തിലേക്ക്. റൗളത്ത് നിയമത്തിനെതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ അത് പ്രധാനമായും നഗരമേഖലകളിലായിരുന്നു ശക്തിയാർജിച്ചത്. ഗ്രാമീണ മേഖലകളിലേക്കും സമരം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇത് പ്രായോഗികമാകാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. ഈ ലക്ഷ്യത്തോടെ ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു. സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമായിരുന്നു ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാവരും കൂടിയിട്ട് ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തിയാൽ മാത്രമാണ് ഈ സമരത്തിലൊക്കെ വിജയം കൈവരിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് ഗാന്ധിജി മനസ്സിലാക്കാണ്. അങ്ങനെ അദ്ദേഹം റൗളത്തിന് ശേഷം ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഖിലാഫത്തിലെ പ്രശ്നം ഏറ്റെടുക്കുകയാണ്. എന്നായിരുന്നു ഖിലാഫത്ത് പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവുമായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇത് ആര് ഏറ്റെടുക്കുകയാണ്? ഗാന്ധിജി ഏറ്റെടുക്കുകയാണ്. മുസ്ലിംസിനെയും കൂടി ഇതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഖിലാഫത്ത് പ്രസ്ഥാനം കൂടി ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് ആരൊക്കെ? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും സഹോദരന്മാരാണ്. ഇനി നിസ്സഹകരണത്തിലൂടെ ഒരു പോരാട്ടം. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. ചുവടെ പറയുന്നവയായിരുന്നു നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ. അപ്പോൾ നിസ്സഹകരണ സമരം ആരംഭിക്കുകയാണ്. 1920 നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സമര രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമ നിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക എന്നിവയായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ലക്ഷ്യങ്ങളല്ല, ഈ നിസ്സഹകരണത്തിൻ്റെ ഫലമായിട്ട് കുറേ ഉപേക്ഷിക്കാൻ പറയുകയാണ് അല്ലേ. ഗാന്ധിജി എന്തൊക്കെയാണ് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകാൻ പറഞ്ഞു, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കാൻ, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കാൻ, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. അതിന് പകരമായിട്ട് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനാണ് പറയുന്നത്. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക,
ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു. അപ്പോൾ ഇതിനെ ഫലമായിട്ട് എന്ത് ചെയ്തു? സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കാൻ പറഞ്ഞു, ഖാദി പ്രചരിപ്പിക്കാൻ പറഞ്ഞു, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനും പറഞ്ഞു. ബ്രിട്ടീഷ് ഭരണകൂടങ്ങൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പദവികളും ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ സ്വദേശീവൽക്കരണമാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത് അല്ലേ. നിസ്സഹകരണ സമരത്തിന്റെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ജനങ്ങളെ നേരിൽ കാണുകയും ചെയ്തു. ഈ സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യ സമരം സാധാരണക്കാരുടേത് കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് സഹായകമായി. ഗ്രാമനഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു. ഈ സമരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. അപ്പോൾ നിസ്സഹകരണ സമരം നടക്കുന്നത് 1920 നിസ്സഹകരണ സമരം നടക്കുന്നത്. 1919 ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടായത് അല്ലേ. അപ്പോൾ ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെയും INC 1785 INCയുടെയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത്. പ്രധാനപ്പെട്ട സമര രീതികൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകാൻ പറഞ്ഞു, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കാൻ, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. അതിന് പകരമായിട്ട് സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കാൻ പറഞ്ഞു, ഖാദി പ്രചരിപ്പിക്കാൻ പറഞ്ഞു, സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയൊക്കെ എന്തായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട സമര രീതികൾ തന്നെയായിരുന്നു, സമരത്തിലെ പരിപാടികൾ തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ആരെയാണ് ഇതിന് സഹായിച്ചിട്ടുണ്ടായിരുന്നത്? അലി സഹോദരന്മാർ ഗാന്ധിജി സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇനി ഓരോരുത്തരുടെയും പങ്കാളിത്തം നോക്കാം. ഇനി ഹിന്ദു സ്വരാജ് എന്നാ നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി നോക്കാം. ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു പുസ്തകമാണ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദു സ്വരാജിൽ പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കൊണ്ട് കാരണമാണ് അല്ലേ. ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഒരു വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയം ഭരണം എന്നതാണ്. അപ്പോൾ ഹിന്ദു സ്വരാജ് 1909 ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. അതിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ വരാൻ കാരണം ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ ഇവർ പോകാനായിട്ടുള്ള കാരണം ഇന്ത്യക്കാർ തന്നെ ആകണമെന്നാണ് ഇതിലൂടെ ആര് പറയുന്നത്? ഗാന്ധിജി പറയുന്നത് അല്ലേ. അപ്പം എന്താ പറയുന്നത്? ഹിന്ദു സ്വരാജ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഇന്ത്യക്കാരുടെ സ്വയം ഭരണം എന്നാണ്. അപ്പോൾ ഈ നിസ്സഹകരണ സമരത്തിൽ കുറേ പേര് പങ്കെടുത്തു എന്ന് പറഞ്ഞു അല്ലേ. ആരൊക്കെയാണ്? സ്ത്രീകൾ. എങ്ങനെയൊക്കെയാണ്? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമര രീതികളിൽ സ്ത്രീകൾ പങ്കാളികളായി. ഇനി തൊഴിലാളികൾ എങ്ങനെയാണ്? നിസ്സഹകരണ സമരത്തോട് തൊഴിലാളികളുടെ പ്രതികരണവും സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഹാം കർണാടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോട് സഹകരിച്ചു. ഇനി വിദ്യാർത്ഥികൾ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എന്താണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലേ ഒഴിവാക്കാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നത്? ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ള കാശി വിദ്യാപീഠം എവിടെയൊക്കെയാണുള്ളത്? ബനാറസിലും ഗുജറാത്തിലും ഉണ്ട് അല്ലേ. അലിഗറിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയയിലൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്? പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇനി ഗോത്ര ജനതയാണെങ്കിൽ എങ്ങനെയാണ്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്ര ജനത സമരത്തിൽ പങ്കാളികളായി. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു. ഇനി കർഷകരോ? ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളികളായി. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഔദ് കിസാൻ സഭ രൂപീകരിച്ചത് ഇക്കാലത്തായിരുന്നു. അപ്പോൾ ഔദ് കിസാൻ സഭ ആരുടേതാണ്? നെഹ്റുവിൻ്റെതാണ്. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷിക്ക് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യുവാനായിട്ട് ആര് തീരുമാനിക്കുകയാണ്? കർഷകർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് പങ്കെടുത്തത് ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സ്ത്രീകളുണ്ടായിരുന്നു. സ്ത്രീകൾ എങ്ങനെയാണ്? വിദേശ വസ്ത്രങ്ങളും തുണിത്തരങ്ങളൊക്കെ ബഹിഷ്കരിക്കുന്നുണ്ട്, കത്തിക്കുന്നുണ്ട്. തൊഴിലാളികളാണെന്നുണ്ടെങ്കിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിച്ചിട്ടുകൊണ്ടിരുന്നത് അല്ലേ. ഗോത്രജനതയാണെന്നുണ്ടെങ്കിൽ വനവിഭവങ്ങൾ ലംഘിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്?
ഗോത്രജനത ഈ സമരത്തിൽ പങ്കാളികളാകാണ്. ഇനി കർഷകരാണെന്നുണ്ടെങ്കിൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ എന്താണ് കിസാൻ സഭ വരുന്നുണ്ട്, ഔദ്യോഗിക കിസാൻ സഭ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിട്ട് കർഷകർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആരൊക്കെ പങ്കെടുത്തത്? സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഗോത്രജനത, കർഷകർ എന്നിവരൊക്കെ ഈ സമരത്തിൽ നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. നിസ്സഹകരണ സമരം നടന്നുകൊണ്ടേയിരിക്കെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. ഓക്കെ, അപ്പം നിസ്സഹകരണ സമരം 1920 മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1922 ചൗരി ചൗര സംഭവം വരുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? സമരക്കാരും പോലീസും തമ്മിലൊരു സംഘർഷം ഉണ്ടാകാണ്. ഇതിന്റെ ഫലമായി ഇതിൽ പ്രകോപിതരായ ജനക്കൂട്ടം എന്ത് ചെയ്യാണ്? പോലീസ് സ്റ്റേഷന് തീവെച്ചു. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിക്കുകയുണ്ടായി. ഈ തീരുമാനം മറ്റ് നേതാക്കളെ അമ്പരിപ്പിച്ചു. ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായി. സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് 1920 നിസ്സഹകരണ സമരം നടന്നുകൊണ്ടേയിരിക്കെ നമുക്കറിയാം ഗാന്ധിജിയുടെ സമരരീതി എന്താണ്? അഹിംസ അധിഷ്ഠിതമായിട്ടുള്ള സമരരീതിയാണ്. പക്ഷേ ഇതിന്റെ വിപരീത ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പോലീസും ജനങ്ങളും തമ്മിലൊരു സംഘർഷം ഉണ്ടായപ്പോൾ പോലീസുകാർക്കെതിരെ, അതായത് സ്റ്റേഷനെതിരെ തന്നെ സ്റ്റേഷന് തീയിടാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫലമായിട്ട് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ടാണ് ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായിട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കുന്നത്. അപ്പോൾ ഇതിനെ കുറേ പേരൊന്നും പിന്തുണച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഫലമായിട്ട് സുഭാഷ് ചന്ദ്രബോസ് എന്നായിരുന്നു പറഞ്ഞത്, ദേശീയ ദുരന്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. ഇനി ചിരാല പെരാല. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമാണ് ചിരാല പെരാല. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു. ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 15,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. അപ്പം നിസ്സഹകരണ സമരകാലത്ത് ഒരു ശ്രദ്ധേയമായ ജനകീയ സമരമാണ് എന്ന് പറയുന്നത് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചിരാല പെരാല എന്ന് പറയുന്നത്. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്താനായിട്ട് ഗവൺമെന്റ് നീക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫലമായിട്ട് നികുതി ഭാരം കൂടുന്നത് കണ്ടപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ്? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ നികുതി നിഷേധ സമരം നടത്താണ്. അങ്ങനെ ആ നഗരം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇനി പിന്നീട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം 6 വർഷത്തെ തടവിനെ ശിക്ഷിക്കുകയും ചെയ്തു. ഈ വിചാരണയെ കുറിച്ചിട്ടാണ് നമ്മൾ തുടക്ക ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി പോരാട്ടം നിയമനിർമ്മാണ സഭകളിൽ. നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നുവല്ലോ. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഈ നിസ്സഹകരണ സമരം അങ്ങനെ പിൻവലിക്കുകയാണ്. അപ്പോൾ ഇതിന് കുറേ പേര് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന 2 പേരാണ് ആര്? CR ദാസും മോത്തിലാൽ നെഹ്റു. അങ്ങനെ CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയിട്ട് എന്ത് രൂപീകരിക്കുകയാണ്? സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയാണ്. സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നതാണ് 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? 1917 ചമ്പാരൻ സത്യാഗ്രഹം പഠിച്ചു. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരവും കേരള സത്യാഗ്രഹവും പഠിച്ചു. 1919 റൗളത്ത് ആക്ടും അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനവും പഠിച്ചു. 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചു. 1922 ചൗരി ചൗര സംഭവം എന്താണെന്ന് പറഞ്ഞു. പിന്നെ 1923 സ്വരാജ് പാർട്ടി CR ദാസും മോത്തിലാൽ നെഹ്റു രൂപീകരിച്ചു എന്ന് പറഞ്ഞു. ഇത്രയൊക്കെയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞല്ലേ. ഇനി തുടരുന്ന ജനകീയ സമരങ്ങൾ. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചെങ്കിലും ജനങ്ങളിൽ അത് സൃഷ്ടിച്ച ആവേശം അവസാനിച്ചില്ല. തുടർന്നുള്ള വർഷങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറി.
ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരം ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത് കുറേ ഇനിയും പല സമരങ്ങൾ ഓരോ പ്രദേശത്ത് നടക്കുന്നുണ്ട്. ഇതിൽ ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരം എന്താണ് ഇതിന് എക്സാമ്പിൾ ആണെന്ന് പറയുന്നു. അല്ലൂരി സീതാരാമരാജുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു റാംബ ലഹള എന്ന പേരിൽ അറിയപ്പെട്ട ഈ സമരം. അല്ലൂരി സീതാരാമരാജുവിൻ്റെ നേതൃത്വത്തിലാണ് റാംബ ലഹള എന്നറിയപ്പെടുന്ന ഈ സമരം നടക്കുന്നത്. എവിടെയാണ്? ആന്ധ്രയിലാണ് അല്ലേ. ആന്ധ്രയിലെ ഗോത്ര ജനതക്കാർ നടത്തിയ സമരമാണ്. ബ്രിട്ടീഷ് വനനിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലി മേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു അവരെ സമരത്തിന് പ്രേരിപ്പിച്ചത്. അപ്പം റാംബ ലഹള എവിടെയാണ്? ആന്ധ്രയിലാണ്. അല്ലൂരി സീതാരാമരാജുവിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. ബ്രിട്ടീഷ് വനനിയമങ്ങൾ കാരണം ഈ വനങ്ങളിലൊന്നും കയറാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ ഈ ഗോത്ര വിഭാഗക്കാർക്ക്. അപ്പോൾ അതുപോലെ തന്നെ കാലി മേയ്ക്കാനുള്ള അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ കൊള്ളപ്പലിശക്കാരുടെ ചൂഷണമൊക്കെയാണ് ഈ ഒരു സമരത്തിന് ഇവരെ പ്രേരിപ്പിക്കുന്നത്. 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ്, അസം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചാണ് സമരം അടിച്ചമർത്തിയത്. അല്ലൂരി സീതാരാമരാജു സമരത്തിനിടയിൽ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് മലബാർ സ്പെഷ്യൽ പോലീസും അസം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ച് ഈ സമരം അടിച്ചമർത്താണ്. ഇതിന്റെ ഫലമായിട്ട് ഇതിന്റെ നേതാവായിരുന്ന രാമരാജു കൊല്ലപ്പെടാണ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടതും ഇക്കാലത്തായിരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം. ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തു. ഇനി ഇവിടെ പഠിക്കാനുള്ളത് നൂറ്റാണ്ട് തികയുന്ന കൂടിക്കാഴ്ച. ആരൊക്കെയാണ് കണ്ടുമുട്ടുന്നത്? ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും 1925 മാർച്ച് 12 വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായിരുന്നു. ഈ രണ്ട് മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ചയ്ക്ക് 2025 മാർച്ച് 12 ഒരു നൂറ്റാണ്ട് തികഞ്ഞു. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് ഏത് വർഷമാണ്? 1925 മാർച്ച് 12. ഇനി സൈമൺ തിരിച്ചു പോവുക. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനാണ് സർ ജോൺ സൈമണിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ. കമ്മീഷനിലെ 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു. ഇക്കാരണത്താൽ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചു. അപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചതാണ് സൈമൺ കമ്മീഷനെ. ഇതിൽ 7 പേരും ബ്രിട്ടീഷുകാരായിരുന്നു. അതിനാൽ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും ഇതിന് എതിരായിരുന്നു. കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ദിവസം 1928 എത്തുന്നത്. രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചു. സൈമൺ തിരിച്ചു പോവുക എന്ന മുദ്രാവാക്യം ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങി. ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തി ചാർജിൽ പരിക്കേറ്റ ലാലാ ലജ്പത് റായ് പിന്നീട് മരണപ്പെട്ടു. അപ്പോൾ സൈമൺ കമ്മീഷൻ വന്നതിന് ശേഷം അവിടെ കുറേ സമരങ്ങൾ നടക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ടാണ് ആര് മരിക്കുന്നത്? ലാലാ ലജ്പത് റായ് മരണപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ കമ്മീഷൻ എത്തിയതെന്നാണ്? 1928 ഫെബ്രുവരി 3 അന്ന് തന്നെയാണ് രാജ്യത്തുടനീളം ഹർത്താൽ ആചരിക്കുന്നതെന്നും പറയുന്നു. സൈമൺ തിരിച്ചു പോവുക എന്നായിരുന്നു ഇതിലത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്. കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൂനെയിൽ വിവിധ പാർട്ടികൾ യോഗം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി. മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഈ റിപ്പോർട്ട് സ്വാധീനം ചെലുത്തി. അപ്പോൾ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് വരുന്നുണ്ട് അല്ലേ. മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിക്കപ്പെടുന്നത്. അതിന്റെ ഫലമായിട്ടൊക്കെ ഇതൊക്കെ ഈ ഭരണഘടന രൂപീകരിക്കുമ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതും പറഞ്ഞു. ഓക്കെ, അപ്പോൾ സൈമൺ വന്നത് 1928 ആ സമയത്ത് എന്താണ് ലാലാ ലജ്പത് റായ് മരണപ്പെടുന്നുണ്ട് അല്ലേ. പിന്നീട് എന്താ നമ്മൾ പറഞ്ഞത്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിക്കുന്നുവെന്നും പറഞ്ഞു. ഇനി ബർദോളിയിലെ കർഷക മുന്നേറ്റം. 1928 ഗുജറാത്തിലെ ബർദോളി വലിയൊരു കർഷക സമരത്തിന് വേദിയായി. അപ്പോൾ ബർദോളി സത്യാഗ്രഹം നടന്നത് 1928 സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. അപ്പോൾ ബർദോളി സത്യാഗ്രഹം ആരുടെ നേതൃത്വത്തിലാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ്. കേദ സത്യാഗ്രഹം ആരുടെ നേതൃത്വത്തിലാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ കേദ സത്യാഗ്രഹം അതുപോലെ തന്നെ ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവുകാരാണ്? സർദാർ പട്ടേലാണ്. അബ്ബാസ് തിയാബ്ജി, വിത്തൽ ഭായ് പട്ടേൽ എന്നിവരും സമരത്തിൽ വലിയ പങ്കുവഹിച്ചു.
അബ്ബാസ് തിയാബ്ജി അതുപോലെ തന്നെ വിത്തൽഭായ് പട്ടേലും ഈ സമരത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു. നികുതി വർധനവായിരുന്നു സമരത്തിന്റെ പ്രധാന കാരണം. ഇപ്പോൾ ബർദോളി സത്യാഗ്രഹത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? നികുതി വർധനവ് തന്നെയായിരുന്നു. നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിച്ചു. കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് ഇങ്ങനെ നിർദ്ദേശിച്ചു: നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകി. അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചു. അങ്ങനെ സമരം വിജയം നേടി. അപ്പോൾ നികുതി വർധനവ് തന്നെയായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നു. നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിക്കുകയാണ്. കൃഷിയിടങ്ങളും വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് എന്താ പറഞ്ഞത്? നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളിലാക്കി പല സ്ഥലത്ത് സൂക്ഷിക്കുവാനും പറഞ്ഞു അല്ലേ. അപ്പോൾ 1928 ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി ലാഹോർ സമ്മേളനം എന്ന വഴിത്തിരിവ് PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ലാഹോർ സമ്മേളനം. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുതിൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥയിലും എനിക്ക് വിശ്വാസമില്ല എന്ന് നെഹ്റു പറയുന്നുണ്ട്. 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ നെഹ്റു പറയുന്നുണ്ട്. അപ്പോൾ 1929 ലാഹോർ സമ്മേളനം, 1929 INC സമ്മേളനം എവിടെയാണ് നടന്നത്? ലാഹോറിലാണ് നടന്നത്. പ്രധാനപ്പെട്ട അധ്യക്ഷൻ ആരാണ്? നെഹ്റു ആണ് അല്ലേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം പല കാരണങ്ങൾ കൊണ്ടും സുപ്രധാനമായിരുന്നു. എന്തൊക്കെയായിരുന്നു? കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ഇതിനായി ബഹുജന സമരം ആരംഭിക്കുവാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ്ണ പതാക സ്വീകരിച്ചു. അപ്പോൾ ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസ് ആദ്യമായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നത്. അതുപോലെ ബഹുജന സമരം ആരംഭിക്കുവാനായിട്ട് ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ത്രിവർണ്ണ പതാക സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് എന്നാണ് 1929 ലാഹോർ സമ്മേളനത്തിലാണ് ചോദിക്കാറുണ്ട്. PSCയിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കോൺഗ്രസ് ആദ്യമായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട സമ്മേളനം. ഇതിനായിട്ട് ബഹുജന സമരം ആരംഭിക്കുവാനായിട്ട് ഗാന്ധിജി ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം 1930 ജനുവരി 26 ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി. ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യ പ്രചരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 തിരഞ്ഞെടുത്തത് ഈ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ജനുവരി 26 അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. എന്നാണ് 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുവാനായിട്ട് തീരുമാനിക്കുന്നത്. ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്ന കാരണമാണെന്ന് മനസ്സിലായി. ഇനി ദണ്ഡിയിലെ കടലിരമ്പം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യവുമായി ഒരു ബഹുജന സമരം തുടങ്ങാൻ ഗാന്ധിജി ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞു. സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. സമരം ആരംഭിക്കുന്നതിന് മുമ്പ് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിനെ ഈ പ്രയാസങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകാണ്. സർക്കാരിനെതിരെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളികളാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. തുടർന്ന് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങുവാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തെരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. 24 ദിവസം നീണ്ടുനിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകരും എത്തിച്ചേർന്നു. യാത്രയിൽ പാതയ്ക്ക് ഇരുവശത്തും തിങ്ങിക്കൂടിയവരോട് ഗാന്ധിജി ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിന് ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയവയെക്കുറിച്ച് ഉത്ബോധിപ്പിച്ചു. 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. ഉപ്പ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. അപ്പോൾ ഗാന്ധിജി അങ്ങനെ ബഹുജന സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതായത് ബഹുജന സമരത്തിന്റെ ഫലമായിട്ട് ഉപ്പ് സത്യാഗ്രഹമാണ് തുടങ്ങുന്നത്. അതായത് നിയമലംഘന പ്രസ്ഥാനമാണ് തുടങ്ങുന്നത്.
എന്തുകൊണ്ടാണ് ഉപ്പ് ഇവർ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ എന്താണ്, അദ്ദേഹം ഇർവിൻ പ്രഭു ആയിരുന്നു അന്നത്തെ വൈസ്രോയില്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കത്ത് അയക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സമരം നടത്താനായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്ത് അയക്കുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം സമരം ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ ഇതിനെ കുറിച്ചിട്ടുള്ള ബോധം ഏതാണ്, ശുചിത്വ ബോധവും ഖാദി ധരിക്കേണ്ട ആവശ്യകത ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ 1930 ഏപ്രിൽ 6-നാണ് ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി ഈ ഒരു സമരത്തിന്, നിയമലംഘന സമരത്തിന് തുടക്കം കുറിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉപ്പ് എടുത്തതെന്ന് വെച്ചാൽ ഉപ്പ് നിർമ്മാണം സർക്കാരിനെ കുത്തകയായിരുന്നു. അതിനാൽ സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു. ഈ നിയമം ലംഘിക്കാനാണ് ഗാന്ധിജിയുടെ തീരുമാനമായിരുന്നത്. പൊതുവെ ഉഷ്ണമേഖലാ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കുമെല്ലാം ഒരുപോലെ അത്യന്താപേക്ഷിതമായ വസ്തുവായിരുന്നു ഉപ്പ്. കാർഷിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള സർക്കാരിന്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് നിന്ദ്യമായ കുത്തക എന്നായിരുന്നു. അതിനാലാണ് ഉപ്പ് അവിടെ ചൂസ് ചെയ്യാൻ കാരണം. ഇനി ധരാസനയിലെ പോരാട്ടം. 1930 മെയ് 21-ന് 2000-ലധികം പേർ അടങ്ങിയ ഒരു സംഘം സമരക്കാർ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തി. അവർ അടുത്തെത്തിയതോടെ പോലീസ് സേന പാഞ്ഞെടുത്ത് ഇരുമ്പ് കഷ്ണങ്ങൾ ഘടിപ്പിച്ച ലാത്തികൾ ഉപയോഗിച്ച് സമരക്കാർ നിലത്ത് വീഴുന്നതുവരെ മർദ്ദിച്ചു. പരിക്കേറ്റവരെ സഹസമരക്കാർ എടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും പുതിയ സംഘം മുന്നോട്ട് വന്നു. പോലീസ് അവരെയും തല്ലിച്ചതച്ചു. അവരെ മാറ്റുമ്പോൾ അടുത്ത സംഘം മുന്നോട്ട് വന്നു. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം 11 മണിക്ക് താപനില 46.67 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുമ്പോൾ പരിക്കേറ്റവർ 320-ഉം മരിച്ചവർ 2-ഉമായിരുന്നു. അമേരിക്കൻ പത്രപ്രവർത്തകനും സമരത്തിന് ദൃക്സാക്ഷിയുമായിരുന്ന വെബ് മില്ലർ ഇങ്ങനെ രേഖപ്പെടുത്തി: 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവുയുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ധരാസനയിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല എന്ന് പറയണം. ഇവിടെ നോക്കി സരോജിനി നായിഡു ഗാന്ധിജിക്കൊപ്പം നേതൃത്വം കൊടുത്ത ഇതൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നിസ്സഹകരണ സമരത്തെക്കാളും കൂടുതൽ ജനപങ്കാളിത്തം പ്രകടമായ സമരമായിരുന്നു നിയമലംഘന സമരം. നിസ്സഹകരണത്തോടൊപ്പം നിയമലംഘനവും നടത്തിക്കൊണ്ടാണ് സമരം പുരോഗമിച്ചത്. വടക്കു പടിഞ്ഞാറെ ഇന്ത്യ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഖാൻ അബ്ദുൾ ഗഫൂർ ഖാനെ അപ്പോൾ ആരാണ് അവിടെ നേതൃത്വം നൽകിയത്? ഖാൻ അബ്ദുൾ ഗഫൂർ ഖാനാണ് അവിടെ സമരത്തിന് നേതൃത്വം നൽകിയത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൾ ഗഫൂർ ഖാനാണ്. ഖുദായ് ഖിദ്മത് ഗർ എന്ന ഒരു സന്നദ്ധ സേന പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ആരാണ്? ഖാൻ അബ്ദുൾ ഗഫൂർ ഖാന്റെ കീഴിലാണ് ഖുദായ് ഖിദ്മത് ഗർ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സേന ഉണ്ടായിരുന്നത്. ഈ സമരത്തിൽ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? കർഷകർ, തൊഴിലാളികൾ, ഗോത്രജനത, സ്ത്രീകൾ, കച്ചവടക്കാരും വ്യവസായികളും. എങ്ങനെയൊക്കെയാണ്? കർഷകർ സർക്കാരിന് നികുതി നൽകാതെയും ജന്മിമാർക്ക് പാട്ട തുക നൽകാതെയും സമരത്തിൽ പങ്കാളികളായി. തൊഴിലാളികളോ? റെയിൽവേ, തുറമുഖം, ഖനി എന്നിവയിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. ഷോലാപൂരിൽ തൊഴിലാളികൾ നടത്തിയ സമരം അക്രമത്തിൽ കലാശിച്ചു. ഗോത്രജനത വനനിയമങ്ങൾ ലംഘിച്ച് കാടുകളിൽ കയറി വിഭവങ്ങൾ ശേഖരിച്ചു. സ്ത്രീകൾ ഉപ്പു നിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യൽ തുടങ്ങിയ സമര പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു. കച്ചവടക്കാരും വ്യവസായികളും ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും തയ്യാറായില്ല. അപ്പോൾ ഇതിലും കർഷകരും തൊഴിലാളികളും ഗോത്രജനതയും സ്ത്രീകളും കച്ചവടക്കാരും വ്യവസായികളും പങ്കെടുത്തു എന്ന് മനസ്സിലായി. ഇനി ആരാണ് റാണി ഗൈഡിൻ ലിയോ? നിയമലംഘന സമരകാലത്ത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു റാണി ഗൈഡിൻ ലിയോ. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലായ അവർ യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിഞ്ഞു. ജയിലിൽ അവരെ സന്ദർശിച്ച ജവഹർലാൽ നെഹ്റു ഇങ്ങനെ എഴുതി: ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷമാണ് റാണി ഗൈഡിൻ ലിയു ജയിൽ മോചിതയായത്. അപ്പോൾ എന്താ പറയുന്നത്? നിയമലംഘന സമരക്കാലത്ത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതയായിരുന്നു റാണി ഗൈഡിൻ ലിയു. നിയമലംഘന സമരക്കാലത്ത് അറസ്റ്റിലായവർ യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിഞ്ഞു. ജയിലിൽ സന്ദർശിച്ച നെഹ്റു ഇങ്ങനെ എഴുതി: ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരുമെന്ന് അല്ലേ. 1931 സിവിൽ നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹം നടക്കുന്നത്. 1931 തന്നെ വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. അതെന്താണ്? ഇർവിൻ സന്ധിയാണ്. അതല്ലേ, ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്നത് എപ്പോഴാണ്? 1931 മാർച്ച് 5-നാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം സന്ധി സംഭാഷണങ്ങൾ. പരിമിതമായ ചില അധികാരങ്ങളെങ്കിലും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരും എന്ന് നിയമലംഘന സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി. ഇതിനായി ചില കൂടിയാലോചനകൾ ലണ്ടനിൽ നടന്നു. അപ്പോൾ കുറച്ച് അധികാരങ്ങളെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ആർക്ക്? ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മനസ്സിലായി. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ചില കൂടിയാലോചനകൾ നടക്കാണ്. ഈ കൂടിയാലോചനകളെയാണ് വട്ടമേശ സമ്മേളനം
സമ്മേളനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ കൂടിയാലോചനകൾ എന്നാണ് അറിയപ്പെടുന്നത്? വട്ടമേശ സമ്മേളനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 1930 നടന്ന ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. അപ്പം ആദ്യം ഈ ഒന്നാം വട്ടമേശ സമ്മേളനം ആദ്യം 1930 നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വട്ടമേശ സമ്മേളനത്തിൽ ആര് പങ്കെടുത്തില്ല? ഇന്ത്യക്കാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കുവാനും ഗവൺമെന്റ് ശ്രമം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ഗാന്ധി ഇർവിൻ ഉടമ്പടി. അപ്പൊ എന്താണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി? അപ്പൊ ആദ്യം 1930 ഒരു വട്ടമേശ സമ്മേളനം നടത്തിയെങ്കിലും അതിലാരും വന്നില്ല, അല്ലെ? ഇന്ത്യക്കാരൊന്നും ആരും വന്നില്ല. അപ്പൊ അതിനെ തുടർന്ന് വീണ്ടും ഒരു വട്ടമേശ സമ്മേളനം നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഗാന്ധിജിയും ഇർവിനും തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവെക്കുകയാണ്. എന്താണ് പറയുന്നത്? നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കണമെന്നും അതുപോലെ തന്നെ വട്ടമേശ സമ്മേളനങ്ങളിൽ ഇന്ത്യക്കാർ പങ്കെടുക്കണമെന്നും ആവശ്യമായിരുന്നു ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. 1931 മാർച്ച് 5 ഇത് ഒപ്പുവെച്ചത്. അപ്പോൾ 1931 മാർച്ച് 5 ഒപ്പുവെച്ച ഈ ഉടമ്പടി പ്രകാരം നിയമലംഘന സമരം നിർത്തിവെച്ചു. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പോൾ 1931 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്നത്. അത് പ്രകാരം എന്തൊക്കെയാണ് പറയുന്നത്? നിയമലംഘന സമരം നിർത്തിവെച്ചു. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നാൽ രണ്ടാം വട്ടമേശ സമ്മേളനം നിഷ്ഫലമായി അവസാനിച്ചു. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം കോൺഗ്രസ് ബഹിഷ്കരിക്കുകയുണ്ടായി. അപ്പോൾ 1932 സമ്മേളനത്തിലാണ് എല്ലാവരും പങ്കെടുത്തിട്ടുള്ളതെന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഗാന്ധിജിയും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി സായുധ വഴിയിലെ പോരാട്ടം. സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ കോൺഗ്രസിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്ന സമര രീതികൾക്കൊപ്പം വ്യത്യസ്തമായ മറ്റു മാർഗങ്ങളും പലരും സ്വീകരിച്ചു. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിന് പകരം ചിലർ വിപ്ലവത്തിൻ്റെ വഴി സ്വീകരിച്ചു. യുവാക്കളായിരുന്നു ഇവരിൽ ഭൂരിഭാഗവും. അപ്പോൾ ഗാന്ധിജി അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമരരീതിയാണ് നയിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് വിപരീതമായിട്ട് കുറേ യുവാക്കൾ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ചിലർ വിപ്ലവത്തിന് വഴി സ്വീകരിക്കുകയാണ്. അങ്ങനെ റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചതുമാണ് വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് ഇവരെ നയിച്ചത്. ഇതിനെ തുടർന്ന് 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടന രൂപം കൊണ്ടു. 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്ന വിപ്ലവ സംഘടന രൂപം കൊള്ളത്. അപ്പോൾ എന്താ പറയുന്നത്? റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചതുമാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഈ ഒരു വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് നയിപ്പിക്കുന്നത്. ഇതിനെ തുടർന്ന് 1924 എന്ത് വരുന്നത്? HRA എന്ന് വെച്ചാൽ എന്താണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വന്നത്. വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടി ഉത്തർപ്രദേശിലെ കാക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ വിപ്ലവകാരികൾ ശ്രമിക്കുകയും ഏതാനും പേർ പിടിയിലാവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു വിപ്ലവ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ പണം വേണം, അല്ലേ? അപ്പോൾ ഈ പണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഉത്തർപ്രദേശിലുള്ള കാക്കോരിയിൽ വെച്ചിട്ട് റെയിൽവേയുടെ പണം കൈക്കലാക്കാനായിട്ട് വിപ്ലവകാരികൾ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവരെ പിടിയിലാക്കി. അപ്പം വിപ്ലവകാരികൾ എന്താ ചെയ്യുന്നത്? പണം കണ്ടെത്തുന്നതിനായിട്ട് കാക്കൂരിൽ വെച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വിപ്ലവകാരികളാണ്. നമ്മൾ ഇതുവരെ കണ്ട സമരരീതികളൊക്കെ എന്തായിരുന്നു? അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗാന്ധിജിയുടെ സമരരീതികളാണ് കണ്ടത്. എന്നാൽ ഇതിന് വിപരീത ഫലമായിട്ടാണ് അല്ലേ ഇത് നടക്കുന്ന വിപ്ലവകാരികൾ വരുന്നത്, അല്ലേ? ആരൊക്കെയാണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവരെ ഈ വിപ്ലവത്തിലേക്ക് നയിക്കാൻ കാരണം? റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയം, അതുപോലെ തന്നെ നിസ്സഹകരണ സമരം ഗാന്ധിജി നിർത്തിവെക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതുവരെ കണ്ടത് നമ്മൾ ഗാന്ധിജിയുടെ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള, അതായത് വിപ്ലവങ്ങളൊന്നും ഇല്ലാത്തുള്ള, അല്ലേ, ഒരു എന്താ പറയുക, ഒരു ഉടമ്പടി, പല ഉടമ്പടികൾ പ്രകാരമുള്ള ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു ഇത്ര നേരം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വരാൻ പോകുന്ന വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് കുറച്ച് പേര് ഇതിന് നേരെ തിരിയാണ്. അതായത് ഇനി ഇങ്ങനെ പോയാൽ സമാധാനത്തിൽ പോയാൽ ശരിയാവില്ല എന്നൊരു അർത്ഥത്തിൽ കുറച്ച് പേര് പിരിയാണ്. അങ്ങനെ എന്താണ് ചെയ്യുന്നത്? എന്താണ് അങ്ങനെ ഒരു വിപ്ലവത്തിലേക്ക് നയിക്കാൻ കാരണം? റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും അതുപോലെ
തന്നെ നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചു അല്ലേ. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കുന്നുണ്ട് അല്ലേ. 1922 ചൗരി ചൗര സംഭവം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് 1924 എന്ത് വരുന്നത്, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, അതായത് HRA രൂപം കൊണ്ടത് അല്ലേ. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട്, ഈ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണം, പണം വേണം. പണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, കാക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവരെ കുറേ പേര് പിടിക്കുന്നുണ്ട്. കാക്കോരി സംഭവത്തെ തുടർന്ന് തിരിച്ചടി നേരിട്ട വിപ്ലവ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായത് ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ കുറേ പേര് പിടിക്കില്ലേ, അതിനുശേഷം ഈ ഒരു സംഭവം നിർത്തിവെക്കുകയാണ് അല്ലേ. പക്ഷേ അതിനെ തുടർന്നിട്ട് ബാക്കി എല്ലാതും ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്, ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. 1928 ഭഗത് സിംഗും കൂട്ടരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചു. അപ്പോൾ നേരത്തെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരുന്നു. പിന്നീട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കുകയാണ്. ആരുടെ നേതൃത്വത്തിലാണ്, ഭഗത് സിംഗും അല്ലേ, ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിലാണ് 1928 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കുന്നത്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കുന്നത്. അപ്പോൾ 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ രൂപീകരിച്ചു. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചു. നേതൃത്വം നൽകിയത് ഭഗത് സിംഗ് ആയിരുന്നു. അപ്പോൾ എന്താണ് കാക്കോരി സംഭവം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആയുധങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്താനായി 1925 ഓഗസ്റ്റ് 9 വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കാക്കോരിയിൽ വെച്ച് 8 ഡൗൺ തീവണ്ടി തടഞ്ഞ് റെയിൽവേയുടെ പണം കൈക്കലാക്കി. നിരവധി പേർ ഈ കേസിൽ അറസ്റ്റിലായി. രാം പ്രസാദ് ബിസ്മിൽ, അഷ്റഫുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവർക്ക് ഈ കേസിൽ വധശിക്ഷ നൽകി. 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തി. 17 പേർക്ക് തടവ് ശിക്ഷ ലഭിച്ചു. അപ്പോൾ ഇങ്ങനെ കാക്കോരിയിലെ ട്രെയിനിലെ ഡൗൺ തീവണ്ടി തടഞ്ഞിട്ടാണ് റെയിൽവേയുടെ പണം കൈക്കലാക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന ആരൊക്കെയായിരുന്നു, രാം പ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവർക്കാണ് വധശിക്ഷ നൽകിയത്. അതുപോലെ തന്നെ ബാക്കി 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാട് കടത്തി. 17 പേർക്ക് തടവ് ശിക്ഷ ലഭിച്ചു. ഓക്കെ, അങ്ങനെ ബാക്കി അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഭഗത് സിംഗ് ആണ് പിന്നീട് നേതൃത്വം കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. അപ്പോൾ നമുക്കറിയാം ലാലാ ലജ്പത് റായി ലാത്തി ചാർജിനിടയിൽ മരിക്കുന്നുണ്ട് അല്ലേ, മരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പങ്കാളിയായിരുന്നു ആരായിരുന്നു, സാൻഡേഴ്സനായിരുന്നു. അപ്പോൾ ഈ സാൻഡേഴ്സിനെ ഭഗത് സിംഗ് വെടിവെച്ച് കൊല്ലാണ്. കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. പിന്നെന്താ ചെയ്തത്, കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. ഇതിനെ തുടർന്ന് പോലീസിന്റെ പിടിയിലായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നീ ധീര വിപ്ലവകാരികളെ വിവിധ കേസുകളിലെ വിചാരണയ്ക്ക് ശേഷം 1931 മാർച്ച് 23 തൂക്കിലേറ്റു. 1931 മാർച്ച് 23 ആരൊക്കെയാണ് തൂക്കിലേറ്റത്, ഭഗത് സിംഗും രാജ്ഗുരും സുഖദേവും അല്ലേ. അക്കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും സജീവമായിരുന്നു. സൂര്യ സെന്നിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചിറ്റഗോങ്ങിലെ ആയുധപുര കൊള്ളയടിച്ചത് ഭരണകൂടത്തെ ഞെട്ടിച്ചു. അക്കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും സജീവമാണ്. ആ സമയത്ത് സൂര്യ സെന്നിന്റെ നേതൃത്വത്തിലാണ് ചിറ്റഗോങ്ങിലെ ആയുധപുര ആക്രമണം നടക്കുന്നത്. അപ്പോൾ ചിറ്റഗോങ്ങിലെ ആയുധപുര ആക്രമണത്തിൽ നേതൃത്വം കൊടുത്തത് ആരാണ്, സൂര്യ സെന്നാണ്. വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. പ്രീതിലത വധേദാർ, കൽപ്പന ദത്ത്, ബീന ദാസ് എന്നിവർ ഇതിൽ പ്രധാനികളായിരുന്നു. ആരൊക്കെയാണ്, പ്രീതിലത വധേദാർ, കൽപ്പന ദത്ത്, ബീന ദാസ്. ആരൊക്കെയാണ്, പ്രീതിലത വധേദാർ, കൽപ്പന ദത്ത്, ബീന ദാസ് എന്നിവർ ഇതിലെ പ്രധാനികളാണ്. ഓക്കെ, അപ്പോൾ കാക്കോരി ട്രെയിൻ സംഭവം എന്താണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഫലമായിട്ട് ആരൊക്കെയാണ് വധശിക്ഷ കിട്ടിയിട്ടുള്ളത്,
ആരൊക്കെയാണ്? രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ്. അങ്ങനെ അതിന് ബാക്കി ഭാഗമായിട്ട് ഇതിന് നേതൃത്വം ഏറ്റെടുക്കുന്ന ആരാണ്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ് എന്താ ചെയ്യുന്നത്? ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള സാൻഡേഴ്സിനെ വെടിവെച്ച് കൊന്നു. അതുപോലെ തന്നെ കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. അത് ചെയ്തതിനു ശേഷം ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. 1931 മാർച്ച് 23-നാണ് അല്ലേ? 1931 മാർച്ച് 23-നാണ് തൂക്കിലേറ്റിയത്. അങ്ങനെ ഈ ഒരു സമയത്ത് തന്നെ ബംഗാളിലും ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ ഇത് പെട്ടെന്ന് ഇവരെന്താണ് ചെയ്യുന്നത്? ഞെട്ടിച്ച് കളഞ്ഞു എന്ന് അറിയുന്നുണ്ട് അല്ലേ? സൂര്യാസ്തലിൻ്റെ നേതൃത്വത്തിൽ എന്താണ്? ആയുധപുര, ചിറ്റഗോങ്ങിലെ ആയുധപുര കൊള്ളയടിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ആരാണിതിൽ? സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആരൊക്കെയാണ്? പ്രീതിലത വധേദാർ, കൽപ്പന ദത്ത്, ബീന ദാസ്. പ്രീതിലത വധേദാർ, കൽപ്പന ദത്ത്, അതുപോലെ ബീന ദാസ് എന്നിവർ ഇതിൽ പ്രധാനികളായിരുന്നു. ഇനി ഭഗത് സിംഗിന്റെ ആഹ്വാനം. 1931 യുവരാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള സന്ദേശത്തിൽ ഭഗത് സിംഗ് ഇങ്ങനെ പറഞ്ഞു: ഫലത്തിൽ ഞാനൊരു ഭീകരവാദിയായാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഞാനൊരു ഭീകരവാദിയല്ല. എനിക്ക് സമാഹരിക്കാവുന്ന മുഴുവൻ ശക്തിയും എടുത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനൊരു ഭീകരപ്രവർത്തകനല്ല. ഒരുപക്ഷെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് നാളൊഴിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നിട്ടില്ല. അത്തരം രീതികളിലൂടെ നമുക്ക് ഒരു നേട്ടവും കൈവരിക്കാനായില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മതവർഗീയത ദേശീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രത്തിനും നേരെ ഉയർത്തുന്ന അപകടത്തെപ്പറ്റിയും ഭഗത് സിംഗ് ബോധവാനായിരുന്നു. കോളനിവൽക്കരണം പോലെ തന്നെ അപകടമാണ് മതവർഗീയതയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അപ്പോൾ 1931 യുവ രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള സന്ദേശത്തിൽ ഭഗത് സിംഗ് എന്താ പറഞ്ഞത്? ഞാനൊരു ഭീകരവാദിയൊന്നുമല്ല, ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഭഗത് സിംഗ് കോളനിവൽക്കരണം പോലെ തന്നെ അപകടമാണ് മതവർഗീയതയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSP HRA വന്നതെന്നാണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വന്നത് 1924-ലാണ്. 1927-ലാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ വന്നത്. ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വന്നത് 1917-ലെ റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പ്രചാരണവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നതാണ് 1917-ലെ റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയമാണ് അല്ലേ? കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവർ ചേർന്നായിരുന്നു CSP രൂപീകരിച്ചത്. ജയപ്രകാശ് നാരായണായിരുന്നു ആദ്യത്തെ സെക്രട്ടറി. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? ജയപ്രകാശ് നാരായൺ. മുതലാളിത്തത്തെയും ജന്മിത്തത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കലായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരാണ് കമലാദേവി ചതോപാധ്യായ? ആരാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കമലാദേവി ചതോപാധ്യായ സജീവമായിരുന്നു. CSPയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ച് അവർ നിയമലംഘന സമരകാലത്തും ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയുമുണ്ടായി. അപ്പോൾ എന്താണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുണ്ട് ആരെ? കമലാദേവി ചതോപാധ്യായ. അതുപോലെ തന്നെ ഇതിലേക്കാണ് നിയമലംഘന സമരകാലത്തും അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും അറസ്റ്റിലായിട്ടുണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുന്നത്? ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? 1944 മുംബൈയിൽ നടന്ന വനിതാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അവർ ഇങ്ങനെ പറഞ്ഞു: സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെ പോരാടിപ്പിക്കുകയോ സ്ത്രീകൾ പുരുഷന്മാരെ അനുകരിക്കുകയോ അല്ല വനിതാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വന്തം കഴിവുകളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും വനിതകളിൽ അവബോധം സൃഷ്ടിക്കുക, മറ്റ് ലിംഗവിഭാഗങ്ങളിൽപ്പെട്ടവരോട് ആദരവ് ഉണ്ടാക്കിയെടുക്കുക എന്നിവയായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ എന്താണ് പറയുന്നത്? എന്താണ് കമലാദേവി ചതോപാധ്യായ പറഞ്ഞത്? എന്താണ്? സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെ പോരാടിപ്പിക്കുകയോ സ്ത്രീകൾ പുരുഷന്മാരെ അനുകരിക്കുകയോ അല്ല വനിതാ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വന്തം കഴിവുകളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും വനിതകളിൽ അവബോധം സൃഷ്ടിക്കുക, അതുപോലെ മറ്റ് ലിംഗവിഭാഗങ്ങളിൽപ്പെട്ടവരോട് ആദരവ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ്. ഇനി കർഷക മുന്നേറ്റങ്ങൾ.
സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ കർഷകരുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. അക്കാലത്ത് കർഷകർ നിരവധി പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കർഷകരുടെ ഒരു സാന്നിധ്യം കൂടി വേണമെന്ന് ആർക്ക് തോന്നാണ്? ഗാന്ധിജിക്കും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും തിരിച്ചറിയാണ് അല്ലേ. അങ്ങനെ അക്കാലത്ത് കർഷകർക്ക് നിരവധി പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? അമിതമായ നികുതി, ജന്മിമാരുടെ ചൂഷണം, കുടിയൊഴിപ്പിക്കൽ. 1920-കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങി. അപ്പോൾ കർഷകരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്താണ്. അതിന് ഫലമായിട്ട് ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്? 1920 കിസാൻ സഭ രൂപീകരിക്കുകയാണ്. അക്കാലത്ത് ഉത്തർപ്രദേശിലെ ഔധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം ഐക്യപ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. അപ്പോൾ 1920 കിസാൻ സഭ രൂപീകരിച്ചു. അതുപോലെ തന്നെ ആ സമയത്ത് ഉത്തർപ്രദേശിലെ ഔധ് മേഖലയിൽ കർഷക മുന്നേറ്റം നടന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ എന്താണ് അറിയപ്പെട്ടിരുന്നത്? ഐക്യപ്രസ്ഥാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചു. 1940-കളിൽ നടന്ന കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് സഹായിച്ച പ്രധാന ഘടകമായിരുന്നു. പിൽക്കാല കർഷക സമരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ബംഗാളിലെ തേഭാഗ സമരം, ആന്ധ്രയിലെ തെലങ്കാന സമരം. അപ്പോൾ കർഷകരെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുകയാണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് 1920 കിസാൻ സഭ രൂപീകരിച്ചു. അതുപോലെ തന്നെ ആ സമയത്ത് ഉത്തർപ്രദേശിലെ ഔധ് മേഖലയിൽ കർഷക മുന്നേറ്റത്തെ അറിയപ്പെട്ടിരുന്നതാണ് ഐക്യപ്രസ്ഥാനം എന്നാണ്. 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചതും കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. 1940 കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് സഹായിച്ച പ്രധാന ഘടകമായിരുന്നു. ഇതിന്റെ ഫലമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്താണ്? തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് തേഭാഗ സമരം നടന്നത്. അതുപോലെ തന്നെ തെലങ്കാന സമരം നടന്നത് എവിടെയാണ്? ആന്ധ്രയിലാണ് തെലങ്കാന സമരം നടന്നത്. ഇനി തേഭാഗ ചായ്. എന്താണ് തേഭാഗ ചായ്? അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചതെന്നാണ് 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത്. 1920 കിസാൻ സഭ രൂപീകരിച്ചത്. 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത്. അങ്ങനെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ 1946-47 കാലത്താണ് തേഭാഗ സമരം നടന്നത്. 1946-47 കാലത്താണ് തേഭാഗ സമരം നടന്നത്. ഭൂപ്രഭുക്കളായ ജോത്തേദാർമാർക്ക് എതിരെയായിരുന്നു കർഷകരുടെ സമരം. ഭൂപ്രഭുക്കളായ ജോത്തേദാർമാർക്ക് എതിരെയായിരുന്നു കർഷകരുടെ സമരം. വിളവ് രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ജോത്തേദാർമാർക്ക് നൽകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? വിളവ് രണ്ടായിട്ട് ഭാഗിച്ചിട്ട് ഒരു ഭാഗം ജോത്തേദാർമാർക്ക് നൽകുന്നു. അപ്പോൾ ഭൂപ്രഭുക്കന്മാരെ അറിയപ്പെട്ടിരുന്നത് ജോത്തേദാർമാർ എന്നാണ്. ഇവർക്കെതിരെയായിരുന്നു കർഷകരുടെ സമരം. വിളവ് രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ജോത്തേദാർമാർക്ക് നൽകുന്ന രീതിയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. വിളവിനെ 3ആയി ഭാഗിക്കണമെന്നും 2 ഭാഗം തങ്ങൾക്ക് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് കർഷകർ നടത്തിയ സമരത്തിലെ മുദ്രാവാക്യമായിരുന്നു തേഭാഗ ചായ്, 3/2 ഭാഗം ഞങ്ങൾക്ക് വേണം എന്നത്. അപ്പോൾ തേഭാഗ ചായ എന്ന് വെച്ചാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ വിളവ് നടത്തി കഴിഞ്ഞാൽ രണ്ടായിട്ടാണ് വിഭജിക്കുക. അതിൽ ഒരു ഭാഗം ആർക്കാണ്? കർഷകർക്കും ഒരു ഭാഗം ജോത്തേദാർമാർക്കാണ് നൽകിയിരുന്നത്. പക്ഷേ കർഷകർ പറയാണ് 2 ഭാഗം ഞങ്ങൾക്ക് വേണമെന്നും ഒരു ഭാഗം മതി, ആർക്ക് കൊടുക്കേണ്ടത്? ജോത്തേദാർമാർക്ക് മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഈ തേഭാഗ ചായ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ മുദ്രാവാക്യമാണ് തേഭാഗ ചായ് എന്ന് പറയുന്നത്. 1946-47 കാലത്താണ് ഈ തേഭാഗ സമരം നടക്കുന്നത്. തേഭാഗ സമരം എവിടെയാണ്? ബംഗാളിലാണ് നടക്കുന്നതെന്നും പറഞ്ഞു. ഇനി തൊഴിലാളികൾ എങ്ങനെയാണ് നോക്കാം. ആധുനിക വ്യവസായശാലകൾ നിലവിൽ വന്നതോടെ ഒരു ആധുനിക തൊഴിലാളി വർഗം ഇന്ത്യയിൽ രൂപപ്പെട്ടു. തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങളായിരുന്നു കുറഞ്ഞ കൂലി, കൂടുതൽ ജോലി സമയം, സ്ത്രീ ബാല തൊഴിലാളികൾ നേരിട്ട ചൂഷണം തുടങ്ങിയവ. അപ്പോൾ കർഷകർ ഇൻവോൾവ് ആയത് പറഞ്ഞു. ഇനി ആരാണ്? തൊഴിലാളികൾ ഇൻവോൾവ് ആയതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കുറഞ്ഞ കൂലി, കൂടുതൽ ജോലി സമയം, സ്ത്രീ ബാല തൊഴിലാളികൾ നേരിട്ട ചൂഷണം എന്നിവയ്ക്കായിരുന്നു ഇവരിതിലേക്ക് പ്രേരിപ്പിച്ചത്. IATUC ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആയിരുന്നു ദേശീയാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന. അപ്പോൾ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ തൊഴിലാളി സംഘടന ഏതാണ്? AITUC ആണ് അല്ലേ. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആണ്. 2ാം ലോക യുദ്ധാനന്തര കാലത്ത് നടന്ന റെയിൽവേ കമ്പി
തപാൽ തൊഴിലാളികളുടെ പണിമുടക്ക് സമരങ്ങൾ ഇന്ത്യയെ പിടിച്ചുകുലുക്കി. 1946 റോയൽ ഇന്ത്യൻ നേവിയിലെ കലാപത്തിന് പിന്തുണയുമായി തൊഴിലാളികൾ ബോംബെയിൽ നടത്തിയ പണിമുടക്ക് സംഘർഷത്തിലാണ് അവസാനിച്ചത്. ഇനി നാവിക കലാപം. അപ്പോൾ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ഏതാണ്? IATUC ആണ് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന എന്ന് പറയുന്നത്. 1946 റോയൽ ഇന്ത്യൻ നേവിയിലെ കലാപത്തിന് പിന്തുണയുമായിട്ട് തൊഴിലാളികൾ ബോംബെയിൽ നടത്തിയ പണിമുടക്ക് സംഘർഷത്തിൽ അവസാനിച്ചു എന്നും പറയുന്നു അല്ലേ. ഈ നാവിക കലാപം ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യൻ നേവി. അപ്പോൾ റോയൽ ഇന്ത്യൻ നേവിയിലെ റോയൽ ഇന്ത്യൻ നേവി ഈ കലാപത്തിന് പിന്തുണയുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് റോയൽ ഇന്ത്യൻ നേവി? ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമാണ് റോയൽ ഇന്ത്യൻ നേവി. 1946 ഫെബ്രുവരിയിൽ റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തി. അപ്പോൾ ബ്രിട്ടീഷിൽ തന്നെയാണ് അല്ലേ ഇവരുടെ ഭരണത്തിനെതിരെ സമരം നടത്തുന്നതാണ് ആര്? ഈ നാവിക കലാപമായിട്ടുള്ള റോയൽ ഇന്ത്യൻ നേവി, നാവികരായിട്ടുള്ള റോയൽ ഇന്ത്യൻ നേവി. അപ്പോൾ ആ സമയത്ത് 1946 ഫെബ്രുവരി 18 മുംബൈയിൽ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപം ആറയ്യൻ കലാപം എന്നറിയപ്പെടുന്നു. 1946 ഫെബ്രുവരി 18 മുംബൈയിൽ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപം IRN കലാപം എന്നാണ് അറിയപ്പെടുന്നത്. കലാപകാരികൾ ബ്രിട്ടീഷ് പതാകകൾ അഴിച്ചുമാറ്റി പകരം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പതാകകൾ ഉയർത്തി. മറ്റ് നാവിക കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ച കലാപത്തെ സൈനിക ശക്തി ഉപയോഗിച്ചാണ് അടിച്ചമർത്തിയത്. അപ്പം ഇവിടെ തൊഴിലാളികളുടെ ഇൻവോൾവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ദേശീയാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയാണ് IATUC. രണ്ടാം ലോക യുദ്ധാനന്തര കാലത്ത് നടന്ന റെയിൽവേ, കമ്പി തപാൽ തൊഴിലാളികളുടെ പണിമുടക്ക് സമരങ്ങൾ ഇന്ത്യയെ പിടിച്ചുകുലുക്കി. 1946 റോയൽ ഇന്ത്യൻ നേവി പിന്തുണയുമായിട്ട് എത്തുന്നുണ്ട്. ഈ റോയൽ ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഇടയിൽ തന്നെയുള്ള ബ്രിട്ടീഷുകാർ തന്നെയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയിട്ടുള്ള നാവികരാണ് അല്ലേ, നാവിക സൈന്യമാണ്. 1946 ഫെബ്രുവരി 18 മുംബൈയിൽ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപമാണ് ആറയ്യൻ കലാപം എന്ന് അറിയപ്പെടുന്നത്. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. രണ്ടാം ലോക യുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായി മാറി. ഇതിനായി സർ സ്റ്റഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെത്തി. എന്നാൽ ഇന്ത്യയിൽ നേതാക്കന്മാരെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കുന്നതിൽ സ്റ്റാഫോർഡ് ക്രിപ്സ് പരാജയപ്പെട്ടു. ഇതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനത്തെ ബഹുജന സമരത്തിന് തുടക്കമായി. അപ്പോൾ രണ്ടാം ലോക യുദ്ധം അവസാനിച്ചപ്പോൾ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായിട്ട് മാറി. ആ സമയത്ത് സ്റ്റഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലേക്ക് എത്താണ്. പക്ഷേ ഇങ്ങനെ ചർച്ചകൾക്കിടയിൽ ഈ സർ സ്റ്റീഫോർഡ് ക്രിപ്സ് പരാജയപ്പെട്ടു. അതിനെ ഫലമായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനത്തെ ബഹുജന സമരം നടക്കുകയാണ്. ഏതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അല്ലേ. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. സ്ഥിരമായ അടിമത്തം കാണാൻ നമ്മൾ ജീവനോടെ ബാക്കിയാവില്ല. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം ഇതെന്ന് ചോദിക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ്. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിലെ ഭാഗമാണ് മുകളിൽ നിങ്ങൾ വായിച്ചത്. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗം. കണ്ടല്ലോ, ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമാകുന്നത്. ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലായിട്ടും സമരം രാജ്യം മുഴുവൻ വ്യാപിച്ചു. അപ്പോൾ 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളുമെല്ലാം സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളുമെല്ലാം സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. പോസ്റ്റ് ഓഫീസുകൾ, കമ്പി തപാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടു. പോസ്റ്റ് ഓഫീസുകൾ, കമ്പി തപാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടു. ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹ്യ, അരുണ ആസഫ് അലി, സുചേത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്ന് സമരം നയിച്ചു. ആരൊക്കെയാണ്? ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹ്യ, അരുണ ആസഫ് അലി, സുചേത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്ന് സമരം നയിച്ചു. ബോംബെ നഗരത്തിൽ നിന്നും രഹസ്യമായി സംപ്രേഷണം ചെയ്ത കോൺഗ്രസ് റേഡിയോ വഴി നേതാക്കന്മാർ സമരക്കാരോട് സംസാരിച്ചിരുന്നു.
അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നേതാവ് ജയപ്രകാശ് നാരായണാണ്. അതുപോലെ തന്നെ നേതൃത്വം കൊടുത്ത വനിത ആരാണ്? അരുണ അസഫ് അലിയാണ്. ഓക്കെ, പിന്നെ ആരൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത്? റാം മനോഹർ ലോഹ്യ, സുചേത കൃപലാനി എന്നിവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ എങ്ങനെയാണ് കോൺഗ്രസ് റേഡിയോ വഴിയാണ് നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബോംബെയിലെ സ്ത്രീകളുടെ ജാഥ കണ്ടല്ലോ. സ്ത്രീകളും വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളൊക്കെ ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഗാന്ധിജിയും അതുപോലെ തന്നെ കുറച്ച് നേതാക്കളെയും അറസ്റ്റ് ചെയ്തതിനു ശേഷം വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളും എല്ലാം സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. സമരം പലയിടത്തും ആക്രമണത്തിലേക്ക് എത്തിയപ്പോഴും അക്രമങ്ങളെ അപലപിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. ഭരണകൂടത്തിൻ്റെ ആക്രമണമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചതെന്നായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. അക്രമത്തെ അപലപിക്കണമെന്ന സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഗാന്ധിജി ജയിലിൽ 21 ദിവസത്തെ നിരാഹാരം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അന്തർദേശീയ പത്രങ്ങൾ രംഗത്ത് വന്നു. എന്നാൽ എല്ലാറ്റിനെയും അതിജീവിച്ച് ഗാന്ധിജി നിരാഹാര വ്രതം പൂർത്തിയാക്കി. അപ്പം എന്താ പറയുന്നത്? സമരം പലയിടത്തും ആക്രമണത്തിലേക്ക് പോയി. അപ്പോഴൊന്നും ആക്രമം അപലപിക്കാനായിട്ട് ഗാന്ധിജി തയ്യാറായില്ല. കാരണം എന്താണ്? ഇത് ഭരണകൂടത്തിൻ്റെ അക്രമമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചതെന്നാണ് ഗാന്ധിജിയുടെ നിലപാടുണ്ടായിരുന്നത്. അങ്ങനെ 21 ദിവസം അദ്ദേഹം നിരാഹാരം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിനെതിരെയായിട്ട് കുറേ പേര് അന്തർദേശീയ പത്രങ്ങളൊക്കെ രംഗത്ത് വന്നു, ഗാന്ധിജിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട്. പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ച് ഗാന്ധിജി നിരാഹാര വ്രതം പൂർത്തിയാക്കി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരുന്നു. അവിടങ്ങളിൽ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ബല്ലിയ, സത്താറ, താംലൂക്ക് എന്ന് പറയുന്നത് ഭരണകൂടങ്ങളാണ് അല്ലേ. എന്താണ് ബല്ലിയ എന്ന് വെച്ചാൽ? ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സമാന്തര ഭരണം സ്ഥാപിക്കപ്പെട്ടു. ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിലാണ് സമാന്തര ഭരണം സ്ഥാപിക്കപ്പെട്ടത്. സത്താറ, മഹാരാഷ്ട്രയിലെ സത്താറയിൽ നാനാ പാട്ടീലിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഭരണകൂടം 1945 വരെ നിലവിൽ വന്നു. താംലൂക്ക്, ബംഗാളിലെ താംലൂക്കിൽ നിലവിൽ വന്ന ഭരണകൂടം 1 വർഷക്കാലം വരെ തുടർന്നു. വിദ്യാലയങ്ങൾക്ക് സഹായം നൽകിയും കോടതികൾ സ്ഥാപിച്ചും മിച്ചമുള്ള ധാന്യം ദരിദ്രർക്ക് നൽകിയും ഭരണകൂടം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു അല്ലേ. അതിൻ്റെ ഫലമായിട്ട് ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിലാണ് ഭരണം നടക്കുന്നത്. മഹാരാഷ്ട്രയിലെ സത്താറയിലെ നാനാ പാട്ടീലിൻ്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. താംലൂക്ക് എവിടെയാണ്? ബംഗാളിലാണ് അല്ലേ. 1 വർഷക്കാലം വരെ ഇത് തുടർന്നു. വിദ്യാലയങ്ങൾക്ക് സഹായം നൽകിയും കോടതികൾ സ്ഥാപിച്ചും മിച്ചമുള്ള ധാന്യം ദരിദ്രർക്ക് നൽകിയും ഭരണകൂടം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. സ്വാതന്ത്ര്യം എന്നത് അടിയന്തര ലക്ഷ്യമാക്കി മാറ്റി എന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രാധാന്യം. അധികാര കൈമാറ്റം അനിവാര്യമായി. തുടർന്നുള്ള സംഭവ വികാസങ്ങൾ ഇക്കാര്യം അടിവരയിട്ടു. ഇനി ഡൽഹി ചലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുകയാണ്. ഇതെന്താണ്? 1944 ജൂലൈ 6 ആസാദ് ഹിന്ദ് റേഡിയോ വഴി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി തികച്ചും വേറിട്ട വഴി സ്വീകരിച്ച നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. 2 തവണ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 2ാം ലോക യുദ്ധകാലത്ത് സിംഗപ്പൂരിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. അപ്പോൾ INAയുടെ നേതൃത്വം ആരെ ഏറ്റെടുക്കുകയാണ്? സുഭാഷ് ചന്ദ്രബോസ് എടുക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ആർക്കാണ്? സുഭാഷ് ചന്ദ്രബോസിനാണ്. INAയെ പുനഃസംഘടിപ്പിച്ച അദ്ദേഹം ജപ്പാൻ പട്ടാളത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തിനെ കനത്ത ചെറുത്തുനിൽപ്പിനെ മറികടക്കാൻ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് കഴിഞ്ഞില്ല. ലക്ഷ്യം നേടുന്നതിൽ വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കാൻ INAയ്ക്ക് കഴിഞ്ഞു. 2ാം ലോക യുദ്ധം അവസാനിച്ചതിനു ശേഷം ബ്രിട്ടീഷുകാർ പിടികൂടിയ INA ഭടന്മാരെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ ചെയ്തു. കേണൽ പ്രേം സൈഗാൾ, കേണൽ GS ധില്ലൻ, ഷാനവാസ് ഖാൻ തുടങ്ങിയവരെ വിചാരണ ചെയ്യുന്നതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വിചാരണ വേളയിൽ കോടതിയിലെത്തി. ദേശദ്രോഹികളല്ല ദേശാഭിമാനികൾ എന്ന പേരിൽ ലഘുലേഖകൾ പ്രചരിപ്പിക്കപ്പെട്ടു. യുദ്ധാനന്തര കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു INA ഭടന്മാരുടെ വിചാരണയ്ക്കെതിരെ നടന്ന ഈ പ്രക്ഷോഭങ്ങൾ.
അപ്പോൾ സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയും ഇന്ത്യൻ നാഷണൽ ആർമിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിന് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത ആരാണ്? മോഹൻ സിംഗ് ആണ്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ഐഎൻഎയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. ഐഎൻഎയുടെ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു. റാണി ഝാൻസി റെജിമെന്റ് എന്ന പേരിൽ വനിതാ വിഭാഗവും പ്രവർത്തിച്ചിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളായിരുന്നു. ഐഎൻഎയിലെ മറ്റൊരു മലയാളിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റി. അപ്പോൾ ഐഎൻഎയിലെ ലീഡർ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. വനിതകളിൽ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഇനി മലയാളി ആരാണ്? അബ്ദുൽ ഖാദർ ആണല്ലേ, വക്കം അബ്ദുൽ ഖാദർ ആണ്. പിന്നെ മോഹൻ സിംഗ് ആണ് ഈ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചതെന്നും പറയുന്നു. ഇനി സ്വാതന്ത്ര്യത്തിലേക്ക്. രണ്ടാം ലോക യുദ്ധവും മാറിയ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര വേഗത്തിലാക്കി. അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേബൽ പ്രഭു ഇന്ത്യയിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ 1945 ജൂൺ മാസത്തിൽ സിംലയിൽ യോഗം വിളിച്ചെങ്കിലും അത് വേണ്ടത്ര ഫലം കണ്ടില്ല. സിംല സമ്മേളനത്തിന് ശേഷമുണ്ടായ മറ്റു ചില സുപ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച്. അധികാര കൈമാറ്റം ചർച്ച ചെയ്യുവാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ മൂന്ന് അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷനാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. 1946 മാർച്ചിനാണല്ലേ വരുന്നത്. സ്റ്റെഫോർഡ് ക്രിപ്സ്, പെട്രിക് ലോറൻസ്, A.V. അലക്സാണ്ടർ എന്നിവയായിരുന്നു ഇതിലെ അംഗങ്ങൾ. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? സർ സ്റ്റെഫോർഡ് ക്രിപ്സ്, പെട്രിക് ലോറൻസ്, A.V. അലക്സാണ്ടർ എന്നിവരായിരുന്നു. അധികാര കൈമാറ്റം നടക്കുന്നവരെ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക, ഇന്ത്യക്കായി ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അധികാര കൈമാറ്റം നടക്കുന്നതുവരെ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക, ഇന്ത്യക്കായി ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക എന്നിവയായിരുന്നു. ഇനി മൗണ്ട് ബാറ്റൺ പദ്ധതി 1947 ജൂൺ 3. അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നാണ് നിലവിൽ വന്നത് 1947 ജൂൺ 3-നാണ്. അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. രാജ്യത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ച് സ്വാതന്ത്ര്യം കൈമാറാൻ നിർദ്ദേശിച്ചു. അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതിയിലൂടെയാണ് രാജ്യത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്ന് രണ്ടായിട്ട് വിഭജിക്കണമെന്ന് പറഞ്ഞത്. അവസാനത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൺ ആണ്. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയുമായി. ഓക്കെ, അപ്പോൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനം 1947 ജൂലൈ 18 വെള്ളിയാഴ്ച ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉപരിസഭയായ പ്രഭുസഭയുടെ വലിയ മേശമേൽ രാജാവ് ജോർജ് 6-ന്റെ അനുമതിക്കായി ബില്ലുകൾ അടക്കി വെച്ചിരിക്കുന്നു. മേശയുടെ ഒരു വശത്ത് രാജാവിന്റെ പ്രതിനിധിയായ ഗുമസ്തനും മറുവശത്ത് പാർലമെന്റിന്റെ പ്രതിനിധിയും സന്നിഹിതരായിരുന്നു. പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലിയുടെ നേതൃത്വത്തിൽ ഹൗസ് ഓഫ് കോമൺസിൽ നിന്ന് 30 അംഗ സംഘവും അവിടെ എത്തിയിരുന്നു. പാർലമെന്റിന്റെ പ്രതിനിധിയായ ഗുമസ്തൻ ഒരു ബില്ല് കയ്യിലെടുത്ത് ഇങ്ങനെ വായിച്ചു: സൗത്ത് മെട്രോപൊളിറ്റൻ ഗ്യാസ് ബിൽ. രാജാവിന്റെ പ്രതിനിധി മറുപടി നൽകി: ലെ റോയിലെ വോൾട്ട്. രാജാവ് ഇത് അംഗീകരിക്കുന്നു. പാർലമെന്റിന്റെ പ്രതിനിധി അടുത്ത ബില്ല് കയ്യിലെടുത്തു: ദ ഫെലിക്സ് ടോപ്പിയർ ബിൽ. രാജാവിന്റെ പ്രതിനിധി ലെ റോയിൽ വോൾട്ട്. പാർലമെന്റിന്റെ പ്രതിനിധി മറ്റൊരു ബില്ല് കയ്യിലെടുത്തു: ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ബില്ല്. ലെ റോയിൽ വോൾട്ട്. ഹാളിൽ രാജപ്രതിനിധിയുടെ ശബ്ദം മുഴങ്ങി. ഇന്ത്യ സ്വതന്ത്രമായി. ബ്രിട്ടീഷ് ഭരണം ചരിത്രത്തിന്റെ ഭാഗമായി. ആധുനിക ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരം എക്കാലത്തും ചില മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്നതായി കാണാം. അഹിംസ, ജനാധിപത്യം, ദേശീയ ഐക്യം, മതേതരത്വം, ബഹുസ്വരത, സാമൂഹിക നീതി, സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നിവ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച മൂല്യങ്ങളിൽ ചിലതാണ്. ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയത് വരെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ വർത്തമാനം.